നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ നാം ബൈബിൾ വാസിക്കും പൊഴുത് എപ്പോഴെല്ലാം ഒരു യുദ്ധം ഉണ്ടാകുന്നോ, ബൈബിളിന്റെ ഭാഷയാണ്, എപ്പോഴെല്ലാം ഒരു യുദ്ധം ഉണ്ടാകുന്നോ അപ്പോഴെല്ലാം ദൈവം ഇടപെടും. യഹൂദ പുറപ്പെടട്ടെ. பாருங்கள், பரிசுத்த பைபிள் வாசிக்கும் பொழுது எப்பொழுதெல்லாம் யுத்தம் உண்டாகும் போது அப்பொழுதெல்லாம் தேவனுடைய கிரியை வெளிப்படும். முதலாவது யூதா கடந்து செல்ல கடவன். വായിച്ചിട്ടുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. வாசித்தவர்கள் கரங்கள் உயர்த்தலாம். എപ്പോഴെല്ലാം ഒരു യുദ്ധം ഉണ്ടാകുന്നു അപ്പോഴെല്ലാം ദൈവം ഇടപെടും. യഹൂദ പുറപ്പെടട്ടെ. எப்பொழுதெல்லாம் யுத்தம் ஆரம்பிக்கப்படும் பொழுதோ அப்பொழுதெல்லாம் கர்த்தர் வெளிப்படுவார். முதலாவது யூதா வெளிப்பட வேண்டும், புறப்பட வேண்டும். ഞാൻ ദൈവത്തോട് ചോദിച്ചു, അതെന്താ യഹൂദ യുദ്ധത്തിന് ആദ്യം ഇറങ്ങണമെന്നൊരു നിർബന്ധം? நான் ஆண்டவரை பார்த்து கேட்டேன், ஏன் ஆண்டவரே யூதா முதலாவது யுத்தத்திற்கு போக வேண்டும் என்று சொல்லி ஒரு கட்டாயம் இருக்கிறது. കാരണം ജന്മം കൊണ്ട് മൂത്തവൻ രൂബേന, അതിന് താഴെ ലേവിയുണ്ട്, അതിന് താഴെ ശിമയോനുണ്ട്. നാലാമത്തെ ജനനമാണ് യഹൂദ. പക്ഷെ യുദ്ധം വന്നാൽ നാലാമത്തവൻ മുന്നിൽ നിൽക്കണം. பாருங்கள், பிறப்பிலே வாசிக்கும் பொழுது முதலாவது ரூபன் இருக்கிறான், சிமியோன் இருக்கிறான். ஆனா நான்காவது நபர் தான் யூதா. அந்த யூதா தான் முதலாவது യുദ്ധത്തിൽ നിൽക്ക வேண்டும் എന്ന് சொல்லுகிறார். പക്ഷെ യുദ്ധം ഉണ്ടാകുമ്പോൾ ദൈവം പറയും, രൂബേൻ ഇറങ്ങണ്ട, ശിമയോൻ ഇറങ്ങണ്ട, പുരോഹിതനായ ലേവി ഇറങ്ങണ്ട, യുദ്ധത്തിന് മുന്നിൽ യഹൂദ നിൽക്കണം. യുദ്ധം വരും പൊഴുത് സിമിയോൻ വര വേണ്ടാം, ലേവി വര വേണ്ടാം, മറ്റു ആസാരികൾ ആരും വര വേണ്ടാം. ആ യുദ്ധം വരും പൊഴുത് യൂദാ முதலாவது വര வேண்டும். ഞാൻ ദൈവത്തോട് ചോദിച്ചു, അതെന്താ യുദ്ധത്തിന് യഹൂദ മുന്നിൽ നിൽക്കേണ്ടത്? ഞാൻ ആണ്ടവരെ பார்த்து கேட்டேன், ஏன் ஆண்டவரே யூதா യുദ്ധത്തിற்கு முதலாவது നിൽക്ക வேண்டும்? ദൈവം എന്നോട് പറഞ്ഞ മറുപടി, യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. தேவன் என்னை பார்த்து சொன்னார், யூதா என்ற வார்த்தையின் அர்த்தம் துதிக்கிறவன் என்ற அர்த்தமா. അതിന്റെ അർത്ഥം സ്തുതിക്കുന്നവനാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. அதனுடைய பொருள் துதிக்கிறவன் தான் முன்னே நிற்க வேண்டும். കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്ക. കൈകളെ ഉയർത്തി കർത്താവിനെ തുതിக்கலாம். കാരണം യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിയാണ്. യൂദാ എന്ന വാർത്തയുടെ അർത്ഥം തുതി. രണ്ട്, യഹൂദ എന്ന ഗോത്രത്തിന് ഒരു സിംബൽ ഉണ്ട്. അത് மட்டுമല്ല, യൂദാ എന്ന ഗോത്രത്തിക്ക് ഒരു അടയാളമുണ്ട്. യഹൂദന്മാർക്ക് 12 ഗോത്രമുണ്ട്. യൂദർക്ക് 12 ഗോത്രമുണ്ട്. 12 ഗോത്രത്തിനും 12 സ്വഭാവങ്ങളുണ്ട്. 12 ഗോത്രങ്ങൾക്ക് 12 സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ ഒരു തോളിൽ 6 കല്ലും മറു തോളിൽ 6 കല്ലും വഹിച്ച് 12 കല്ലും കൊണ്ടാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നത്. ആകവേ താൻ പ്രധാന ആസാര്യൻ ഒരു തോളിലെ 6 കല്ലും இன்னொரு തോളിലെ 6 കല്ലും 12 കற்കളുமாக ആസരിപ്പ് കൂടാരത്തിലുള്ള പരിശുദ്ധ സ്ഥലത്തിൽ കടന്നു ചെല്ലുகிறார். എന്ന് പറഞ്ഞാൽ ആ കല്ല് വെച്ച 12 ഗോത്രത്തിന് പുരോഹിതന്റെ ശുശ്രൂഷ ലഭിക്കത്തുള്ളായിരുന്നു. பாருங்கள், அந்த 12 கற்கள் வைத்ததான அந்த ஊழியக்காரனுக்கு தான் ஆண்டோட ஊழியத்தை செய்யக்கூடியதான அந்த அதிகாரம் கிடைக்கும். പക്ഷേ ഇന്ന് ഇവിടെ ചെയറിൽ ഇരിക്കുന്ന എല്ലാവർക്കും പുരോഹിതന്റെ ശുശ്രൂഷ ലഭിക്കും. ஆனா இந்த சேர்ல வந்து உட்கார்ந்திருக்கிற அத்தனை பேருக்கும் ஆசாரியருடைய அங்கே அல்லது ஊழியம் கொடுக்கப்பட்டிருக்கிறது. കാരണം ഇന്ന് എന്റെ പുരോഹിതൻ വേറെ ആരുമല്ല, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ എന്റെ മഹാപുരോഹിതനായ യേശുവത്രേ. அந்த பிரதான ஆசாரியர் யார் என்று கேட்டால், நான் பிரசங்கம் பண்ணி கொண்டிருக்கிற ஆண்டவராகிய இயேசு கிறிஸ்து ஒருவரே மகா பிரதான ஆசாரியர். അന്നത്തെ പുരോഹിതൻ 2 തോളിലും 12 കല്ലുമായിട്ടാണ് കയറുന്നത്. அந்த நாட்கள் காணப்பட்ட பிரதான ஆசாரியர் அவருடைய 2 தோள்களிலும் 12 கற்களாக கடந்து செல்வார். അത് ആ തോളിൽ ജനത്തെ വഹിക്കുന്നതിന്റെ അടയാളമാണ്. அந்த தோளிலே தன்னுடைய ஜனத்தை சுமப்பதற்கு അടയാളമായി இருக்கிறது. എന്റെ മഹാപുരോഹിതന് തോളിൽ 12 കല്ലല്ല, അവന്റെ 2 കൈയിലും ആണി പഴുതുള്ള ആണി തുളയ്ക്കപ്പെട്ട പാട് അവന്റെ കരത്തിലുണ്ട്. ஆனால் அந்த பிரதான ஆசாரியர் இயேசு கிறிஸ்துவுடைய தோளிலே 12 கற்கள் அல்ல, அவருடைய 2 கரங்களிலும் ஆணியால் அடிக்கப்பட்டதான அந்த காயங்கள் அவருடைய கையிலே இருக்கிறது. എന്റെ മഹാപുരോഹിതന്റെ ശുശ്രൂഷ, அதுதான் என்னுடைய பிரதான ஆசாரியருடைய ஊழியம். ഈ 12 ഗോത്രങ്ങൾ, இந்த 12 கோத்திரங்கள், ഈ 12 ഗോത്രങ്ങൾക്കും ദൈവം ഫേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. இந்த 12 கோத்திரங்களுக்கும் ஆண்டவர் முகம் கொடுத்திருக்கிறார். 4 ഗോത്രങ്ങളെ ദൈവം മുന്നിൽ നിർത്തി. 4 கோத்திரங்களை முன்னே கொண்டு வந்தார். അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് യഹൂദ ഗോത്രമാണ്. അതിൽ മുൻപന്തിയിൽ ഇരിക്കുന്ന ഗോത്രം യൂദാ ഗോത്രം. യഹൂദ ഗോത്രമാണ് ആദ്യം പുറപ്പെടുന്നത്. യൂദാ ഗോത്രത്തിൽ முதலாவது പുറപ്പെട வேண்டும். കാരണം സ്തുതിക്കുന്നവനാണ് പുറപ്പാടുള്ളത്. കാരണം എന്നവെന്നാൽ തുതിக்கிறവൻ முதலாவது പുറപ്പെട്ടു പോവാൻ. സ്തുതിക്കുന്നവൻ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, തുതിக்கிறവൻ ഇന്ന മൈതാനത്തിൽ ഇരിപ്പിൽ നിന്റെ വീടിനകത്ത് ഒരു പുറപ്പാടിന്റെ സമയമായെന്ന്, വീട്ടിക്കുള്ള ഒരു പറന്ന് കടന്നു ചെല്ല വേണ്ട നേരം വരുகிறது. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ.
12 ഗോത്രങ്ങൾ. 12 கோத்திரங்கள். ഈ 12 ഗോത്രങ്ങൾ 4 ഗോത്രങ്ങളുടെ പുറകിൽ നിൽക്കണം. இந்த 12 கோத்திரங்கள் இந்த முதலாவது இருக்கிற 4 கோத்திரங்கள் பின்னாடி நிற்க வேண்டும். 4 ഗോത്രങ്ങൾക്ക് കൊടി കൊടുത്തിട്ടുള്ളൂ. 4 கோத்திரங்களுக்கு கொடிகள் உண்டு. ബാക്കി വരുന്ന മുഴുവൻ ഗോത്രങ്ങളും ഈ 4 കൊടി കീഴിൽ നിൽക്കണം. மீதி வருகிற எல்லா கோத்திரத்தாரும் இந்த 4 கொடியின் கீழே நிற்க வேண்டும். ഒന്നാമത്തെ കൊടി, முதலாவது கொடி അത് യഹൂദ ഗോത്രത്തിന്റെ കൊടിയാണ്. அது யூதா கோத்திரத்தின் கொடி. 4 കൊടിക്ക് 4 മുഖങ്ങളാണ്. 4 கொடிகளுக்கு 4 முகங்கள் உண்டு. ഒന്നുകൂടെ പറഞ്ഞ 12 ഗോത്രത്തിന് 4 മുഖങ്ങളാണ്. ஒன்று கூட சொன்னால் 12 கோத்திரங்களுக்குமாக 4 முகங்கள் கொடுக்கப்பட்டது. അതിൽ ഒന്നാമത്തെ മുഖം സിംഹത്തിന്റെ മുഖമാണ്. முதலாவது முகம் சிங்க முகம். രണ്ടാമത്തെ മുഖം കഴുകന്റെ മുഖമാണ്. இரண்டாவது முகம் கழுகனுடைய முகம். മൂന്നാമത്തെ മുഖം മനുഷ്യന്റെ മുഖമാണ്. மூன்றாவது முகம் மனுஷ முகம். നാലാമത്തെ മുഖം കാളയുടെ മുഖമാണ്. நான்காவது முகம் காளையின் முகம். ഈ 4 കൊടിക്കീഴിലാണ് 12 ഗോത്രം இந்த കിടക്കുന്നത്. 4 கொடியின் கீழே 12 கோத்திரங்கள் உண்டு. ഇത് 4 സുവിശേഷത്തിൽ വെളിപ്പെട്ടു വരുന്ന യേശുവിന്റെ ഫേസ് ആണ്. இது 4 சுவிசேஷத்தில் வெளிப்படுகிற ஆண்டவராகிய இயேசு கிறிஸ்துவின் முகங்கள். ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. അത് പറയാനല്ല ഞാൻ വന്നത്. அது சொல்ல வரல. അതിനകത്ത് യഹൂദ ഗോത്രത്തിന്റെ കൊടി, அதற்குள்ள யூதா கோத்திரத்தினுடைய ஒரு கொடி. ആ കൊടിക്ക് ഒരു സിംബൽ ഉണ്ട്. அந்த கொடிக்கு ஒரு அடையாளம் உண்டு. അത് സിംഹത്തിന്റെ അടയാളമാണ്. அது சிங்கத்தினுடைய ஒரு அடையாளம். ഞാനൊരു കാര്യം പറഞ്ഞു തരാൻ വന്നതാണ്. நான் ஒரு காரியத்தை சொல்லி தர வருகிறேன். നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ സ്തുതിക്കുന്നത് വെറുതെയാണ്. நாம் நினைக்கிறோம் நாம் துதிக்கிறது சும்மா. നാം സ്തുതിക്കുന്നത് വെറുതെയാണ്. நாம் துதிக்கிறது சும்மா என்று. നാം ആരാധിക്കുന്നത് വെറുതെയാണ്. நாம் ആരാധിப்பது சும்மா என்று. അല്ല, അത് ഗർജനമാണ്. இல்லை, அது தவறான ஒரு புத்தி. എന്നാൽ യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. யூதா என்ற வார்த்தையின் அர்த்தம் துதி. രണ്ട്, ആ സ്തുതിക്കുന്ന ഗോത്രത്തിന്റെ ഫേസ് സിംഹത്തിന്റെയാണ്. அந்த துதிக்கிற கோத்திரத்தினுடைய அந்த அடையாளம் சிங்கத்தினுடைய அடையாளம். വല്ല മനസ്സിലാകുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. புரிகிறவங்க ஒண்ணு கரங்களை உயர்த்தி கர்த்தரை துதிக்கலாம். സ്തുതിക്കുന്നവന്റെ വീടിന് പൂച്ചയുടെ മുഖമല്ല, സ്തുതിക്കുന്നവന്റെ വീടിന് സിംഹത്തിന്റെ മുഖമാ. துதிக்கிறவனுடைய வீட்டிலே பூனைയുടെ முகம் அல்ல, துதிக்கிறவனுடைய வீட்டிலே சிங்க முகம் வெளிப்படும். സ്തുതിക്കുന്നവനെ കണ്ടാൽ അറിയാം. துதிக்கிறவனை பார்த்தால் தெரியும். ആരാധിക്കുന്നവനെ കണ്ടാൽ അറിയാം. ஆராதிக்கிறவனை பார்த்தால் தெரியும். സ്തുതിക്കുന്ന വീട് കണ്ടാൽ അറിയാം. துதிக்கிறவனுடைய வீடு பார்த்தால் தெரியும். ആരാധിക്കുന്നവന്റെ വീട് കണ്ടാൽ അറിയാം. ஆராதிக்கிற வீடு பார்த்தால் தெரியும். അവന്റെ ടെറിട്ടറിക്കകത്ത് പോലും പിശാച് വരുത്തില്ല. அவருடைய எல்லைகளுக்குள்ள சாத்தான் வர முடியாது. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി. விசுவாசிக்கிற பிள்ளை கரங்களை உயர்த்தி. അങ്ങനെയാണ് എനിക്ക് കർത്താവിനോട് ഒരു ചോദ്യം വന്നു. எனக்கு ஆண்டவரை பார்த்து வண்ணமாய்க்க ஒரு கேள்வி. യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതി. யூதா என்ற வார்த்தையின் அர்த்தம் துதி. അവന്റെ ഫേസ് സിംഹം. அவருடைய முக அடையாளம் அல்லது ஃபேஸ் என்று சொல்றது சிங்க முகம். അങ്ങനെയാണെങ്കിൽ എനിക്ക് കർത്താവിനോട് ഒരു മറുപടി. ஆண்டவரை பார்த்த ஒரு கேள்வி. അങ്ങനെയാണെങ്കിൽ സിംഹത്തിന്റെ ശബ്ദമല്ലേ സ്തുതി? அப்படி என்று சொன்னால் அவர் சிங்கத்தினுடைய சத்தம் அல்லவா துதி? നിങ്ങൾ സൈലന്റാ, പൈശാചിക ലോകം സൈലന്റാ. ஓ, நீங்கள் அமைதியா இருப்பதனால் சாத்தானுடைய மண்டலம் அமைதியா இருக்கிறது. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. யூதா என்ற வார்த்தையின் அர்த்தம் துதி. അവന്റെ ഫേസ് സിംഹം. அவருடைய முக அடையாளம் சிங்க முகம். അങ്ങനെയാണെങ്കിൽ സ്തുതി എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ ഗർജനം എന്നാണ്. அப்படி என்று சொன்னால் துதி என்ற சிங்கத்தினுடைய ஒரு கர்ச்சனை சத்தம். അഭിഷക്തനെ സ്തുതിക്കാന്ന് പറഞ്ഞാൽ സിംഹം ഗർജിക്കുവാനാ. அன்பானவர்களே, துதிக்கிறது என்று சொன்னால் சிங்கம் கர்ச்சிப்பதற்கு சமம். അതുകൊണ്ട് സ്തുതിക്കുന്നവന്റെ മുമ്പിൽ പൈശാചിക ശക്തി അടിയറവ് പറയുന്നത്. துதிக்கிறவன் முன்பாக சத்ருவாகிய சாத்தான் அவனது சரணடைகிறான். അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ പരസ്യ മൈതാനത്തിൽ നിന്ന് വിളിച്ചു പറയുക. ஆகவே இந்த ராத்திரி வேளையில் பப்ளிக்காக இந்த மைதானத்தில் சொல்லுகிறேன். സ്തുതിക്കുന്നവനെതിരെ ഒരു നായ്ക്ക് പോലും വായ അനക്കാൻ പറ്റത്തില്ല. துதிக்கிற பிள்ளைக்கு விரோதமா ஒரு நாய்க்கு கூட அசைக்க முடியாது. ഞാൻ ഇത് വെറുതെ പറയുന്ന ഒരു പദമല്ല ഈ രാത്രിയിൽ. அந்த ராத்திரியில் சும்மா சொல்லவில்லை. പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ പറയുന്നു. யாத்ராம புஸ்தகம் 12 அதிகாரத்தில் வாசிக்கிறோம். ഈ രാത്രി നിങ്ങൾ പുറപ്പെടുമ്പോ, இந்த இரவு நீங்கள் പുറപ്പെടും பொழுது 30 ലക്ഷം ജനം, 30 லட்சம் ஜனங்கள், അതിന്റെ കാളകൾ, ആടുകൾ, മാടുകൾ, அவருடைய காளை, ஆடு, மாடுகள் വലിയ ആരവത്തോടെയാണ് പുറപ്പെടുന്നത്. ஆரவாரத்தோடு புறப்படுகிறது. പക്ഷേ ഈ രാത്രിയിൽ இந்த இரவிலும் മിസ്രൈമിൽ കിടക്കുന്ന ഒരു നായ പോലും எகிப்திலே காணப்படுகிற ஒரு நாய் கூட നിനക്കെതിരെ നാവ് അനക്കത്തില്ല. உனக்கு விரோதமாய் நாவு அசைக்காது. അതുകൊണ്ടാണ് വചനം പറയുന്നത്. ஆகவே வசனம் சொல்லுகிறது, ആഭിചാരം യാക്കോബ്
സ്തുതിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള കാര്യമല്ല. துதிப்போம் என்று சொல்ல சும்மா உள்ள ஒரு காரியம் அல்ல. ഈ നായെന്ന് പറയുമ്പോൾ അതൊരു അൺവാണ്ടഡ് വേർഡല്ല, ബൈബിളിന്റെ ഭാഷ. ஓ நாய் என்று சொல்லுகிறது தேவையில்லாத ஒரு பதம் அல்ல, பைபிள்ல சொல்லி இருக்கிற பதம். ഒരു നായ പോലും നാവനക്കത്തില്ല. ഒരു നായ് കൂട വായസക്കാതെ. നായ്ക്കൾക്ക് കുരയ്ക്കണമെന്നുണ്ട്, പക്ഷെ കുരയ്ക്കാൻ പറ്റുന്നില്ല. നായ്ക്കൾക്ക് കുരയ്പ്പதற்கு വിരുപ്പമുണ്ട്, ആന കുരയ്ക്കാൻ முடியவில்லை. ഓ, ഞാൻ ഇവിടെ ആരെയോ പറയുന്നല്ലോ. ഞാൻ ഇങ്ങ ആരെയോ சொல்லுகிறேனல்லவா. പിടി കിട്ടുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. അത് പുരിന്തവർ ആമേൻ சொல்லலாமே. കുറച്ച് നാളായി നിന്റെ വീടിന് ചില നായ്ക്കൾക്കൊന്ന് കുരയ്ക്കണമെന്നുണ്ട്, പക്ഷെ വചനം പറയുന്നു നീ സ്തുതിക്കുന്നവനാണെങ്കിൽ, നീ ആരാധിക്കുന്നവനാണെങ്കിൽ, നീ ദൈവമായിട്ട് ബന്ധമുള്ളവനാണെങ്കിൽ, നിനക്കോ നിന്റെ തലമുറയ്ക്കോ നിന്റെ നിയോഗങ്ങൾക്കോ എതിരെ ഒരു നായ്ക്ക് പോലും നാവനക്കാൻ പറ്റത്തില്ല. കുടുംബത്തിലെ ചില നായ്ക്കൾ വന്ന് കുരയ്ക്ക வேண்டும் என்று சொல்லி நினைத்த நாட்கள் உண்டு. ஆனால் துதிக்கிறவர் உங்களை பார்த்து, உங்கள் பிள்ளைகளை பார்த்து அந்த நாய்களுக்கு குறைக்க முடியாதபடி കാണപ്പെടുகிறது. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രി? എത്ര പേർ നമ്പുகிறீங்க இந்த ராத்திரி வேளையில்? ഞാൻ ഈ വേർഡിനെ ഇന്ത്യ രാജ്യത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. அந்த வார்த்தை இந்திய தேசத்தை பார்த்து வெளியரங்கമായി சொல்லுகிறேன். കുടുംബത്തെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്. കുടുംബത്തെ பார்த்து சொல்லுகிறேன். എന്നോട് പരിശുദ്ധാത്മാവ് ഇവിടെ പറയാൻ പറയുന്നു. പരിശുദ്ധ ആവിയാൽ എന്നെ பார்த்து சொல்லுகிறார். ആഭിചാരത്തെ അഭിഷേകം ജയിക്കും. ആ മന്ത്രവാദത്തെ അഭിഷേകം എത്തിവരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആഭിചാരത്തെ അഭിഷേകം ജയിക്കും. ഓ മന്ത്രവാദത്തെ അഭിഷേകം എത്തിവരും. കരങ്ങളെ അടിച്ചൊരുമിച്ച്, കരങ്ങളെ തട്ടി ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. യേശുവിന്റെ മഹിമ இந்த മൈതാനത്തിൽ വെളിപ്പെടട്டும். ആമേൻ, ആമേൻ, ആമേൻ. അഭിഷക്തന്മാരെ, എന്നേക്കാൾ ഒത്തിരി ശ്രേഷ്ഠന്മാരാ നിങ്ങൾ. ഘനത്തുക്കുரிய ഊഴിയക്കാർ എന്നെ വിളിക്കും മികവും മേന്മയാനവരാണ് നിങ്ങൾ. 34ാമത് കൺവെൻഷൻ ആണോ എഴുതിയിരിക്കുന്നത്? യെസ്. ആണോ? എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും, പറഞ്ഞാൽ മനസ്സിലാവും. യെസ്. 34. പാടാൻ അറിയാം തമിഴ്, പക്ഷേ വായിക്കാൻ 34. അത് എന്നേക്കാൾ 4 വയസ്സിന് പുറകിൽ. എനിക്ക് 4 വയസ്സുള്ളപ്പം തുടങ്ങിയത് ഇവിടുത്തെ കൺവെൻഷൻ. നിങ്ങളെ കൺവെൻഷൻ ഞാൻ 4 വയസ്സായി ഇരിക്കുമ്പോൾ ആരംഭിക്കപ്പെട്ടത്. ആമേൻ. ഓ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. നല്ല സന്തോഷമായിരിക്കും. ആമേ, ആമേൻ, ആമേ, ആമേൻ, ആമേ, ആമേൻ. അന്നേരം ഇവിടുത്തെ ഒരു 100ാമത്തെ കൺവെൻഷൻ ഞാൻ കാണുമെന്ന് എന്റെ വിശ്വാസം. ഹല്ലേലൂയ. 100ാമത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുപ്പേൻ എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ദീർഘായുസിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഓ, ഇങ്ങനെ വന്നിരിക്കുന്ന ദൈവ പിള്ളേരുടെ മീതെ ദീർഘായുസ് പ്രസംഗമായി ബഹിരംഗപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹിമപ്പെടുത്തலாம். പലപ്പോഴും നമുക്ക് നമ്മുടെ പവർ അറിയാത്തോണ്ടാ. അടിക്കടി നമ്മുടെ പവർ നമുക്ക് தெரியாத காரணம் தான். ഇന്നത്തെ ജനറേഷൻ ഒട്ടും അറിയത്തില്ല. இன்னைக்கு இருக்கிற தலைமுறை சுத்தமா தெரியாது. ഒരു 10-30 വർഷം പുറകിലോട്ട് ഇറങ്ങിയ ഒരു ദൈവവൈതനെതിരെ ഒരുത്തം നിൽക്കത്തില്ല. ഒരു 20-30 ആണ്ടുകൾക്ക് മുന്നേ നാം ചിന്തിച്ചാൽ ഒരു ഊഴിയക്കാരനുക്ക് വിരോധമായി ഒരു മനുഷ്യൻ എഴുതാൻ முடியாது. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പറയുന്നതെല്ലാം പ്രവചനവേട കൺവെൻഷൻ പ്രസംഗം അല്ലെന്ന് എനിക്കറിയാം. ഓ, ഞാൻ இந்த இடத்துல பேசுகிற ஒரு வார்த்தை, ஒரு தீர்க்கதரிசன வார்த்தை, கன்வென்ஷன் வார்த்தை அல்ல எனக்கு தெரிகிறது. പക്ഷേ ഇതൊരു പ്രവാചക ശബ്ദം പോലെ അന്തരീക്ഷത്തിനകത്ത് വീഴുകയാണ്. ഓ, இந்த மைதானத்தில் ஒரு தீர்க்கதரிசன சத்தமாக இந்த வெளியில வெளிப்படுகிறது. അഭിഷക്തന്മാരെ മുഷിപ്പിച്ചു കളഞ്ഞ ചില വെളിച്ചപ്പാടത്തിയുടെ ആത്മാക്കളെ ചിലർ എഴുന്നേറ്റ് ശാസിക്കാൻ பண்ணப்பட்டதான தேவ பிள்ளைகளுக்கு விரோதமாக எழும்புகிறதான ஒரு வெளிப்பாடு பேசுகிறதான தேவ பொல்லாத கிரியைகளை இயேசு நாமத்தில் கடிந்து கொள்கிறோம். വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആരാധിക്കണം. ഇതിനകത്ത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആരാധിക്ക வேண்டும். ഇന്ന് രാത്രിയിൽ ചിലത് പൊളിഞ്ഞു പോകട്ടെ. இந்த இரவு சிலது அழிந்து மாறட்டும். ഭയങ്കര ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കുന്നു. ഭയങ്കരമായ ദൈവ മഹിമ ഇതിൽക്കൂടെ വെളിപ്പെടുகிறது. എന്നോട് നിങ്ങളോട് പറയുന്ന ഒരു പ്രവചന ശബ്ദം ദൈവം എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. എന്നോട് നിങ്ങളോട് சொல்லும்படி ഒരു தீர்க்கதரிசன வார்த்தை கர்த்தர் தருகிறார். ഒരു കൺവെൻഷൻ മെസ്സേജ് ആണോ എന്ന് എനിക്കറിയാം. ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് കൺവെൻഷൻ മെസ്സേജ് അല്ല. ஓ, நான் அதிகமாக நம்முடைய கன்வென்ஷன்கள் எல்லாம் பேசக்கூடிய நபர். ஆனா இன்னைக்கு பேசுகிற வார்த்தை ஒரு கன்வென்ஷன் செய்தி அல்ல என்று எனக்கு நன்றாக தெரியும். കൺവെൻഷൻ മെസ്സേജ് പറയണമെങ്കിൽ യേശു ജനിച്ചു, യേശു നടന്നു, യേശു വളർന്നു, യേശു ആത്മാവിൽ നിന്നു, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരും. ഇതാ കൺവെൻഷൻ മെസ്സേജ്. கன்வென்ஷன் செய்தி என்று சொன்னால் இயேசு கிறிஸ்து பிறந்தார், வளர்ந்தார், ஊழியம் செய்தார், மரித்தார், அடக்கம் பண்ணப்பட்டார், 3ஆம் நாள் உயிர்த்தெழுந்தார், மறுபடியும் வருவார் என்பதுதான் செய்தி.
അതാ. പക്ഷെ ഇന്ന് ഇവിടെ പറയുന്ന ഒരു പ്രൊഫറ്റിക്കൽ സന്ദേശം, ஆனால் இன்னைக்கு நான் சொல்வது ஒரு தீர்க்க தரிசன வார்த்தை. നിങ്ങളോട് പറയാൻ എന്റെ അകത്ത് ഇവിടുന്ന് കോൾ വന്നപ്പോ മുതൽ ദൈവം ഇടപെട്ട ഒരു ശബ്ദം. உங்களிடத்தில் சொல்லுவதற்காக இங்க இருந்து எனக்கு ஒரு அழைப்பு வரும் பொழுது இந்த வார்த்தை எனக்கு பேசிக்கொண்டே இருந்தது. അത് യെരമ്യാ പ്രവചനം 51-ാം അധ്യായം, அது எரேமியா தீர்க்க தரிசன புத்தகம் 51-ാം அதிகாரம். അതിന്റെ 44-ാമത്തെ വാക്യത്തെ ഇവിടെ വിതയ്ക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. அதோட 44-ാം വചനത്തെ இந்த பிராந்தியத்தில் விதைக்கும்படி பரிசுத்த ஆவியானவர் சொல்லுகிறார். യെരമ്യാ പ്രവചനം 51-ാം അധ്യായം 44-ാമത്തെ വാക്യം. எரேமியா தீர்க்க தரிசன புத்தகம் 51-ാം அதிகாரம் அதோட 44-ാമത് വചനം. അത് മൈക്കിൽ കൂടാതെ തമിഴിൽ ഒന്ന് വായിച്ച അഭിഷേക്തനെ. മൈക്കിൽ കൂടെ വായിക്കുന്നത് എല്ലാവരും കേൾക്കണം. நான் பாபிலோனிலே இருக்கிற போல தண்டிப்பேன், அது விழுங்கினதை அதன் வாயிலிருந்து கக்க பண்ணுவேன். சாதிகள் இனி அதனிடத்திற்கு ஓடி வர மாட்டார்கள், பாபிலோனில் மதிலும் விழும். തമിഴ് എനിക്ക് മനസ്സിലായി, എന്നാലും ഞാൻ മലയാളത്തിൽ ഒന്ന് വായിക്കാം. தமிழ் எனக்கு புரிந்தது, ஆனால் மலையாளத்தில் ஒரு வாசிக்கிறேன். കാരണം തമിഴിൽ ഒരു വാക്ക് നിങ്ങൾ വായിച്ചത് പ്യുവർ ട്രാൻസ്ലേഷൻ അതാ. உண்மையான ஒரு மொழிபெயர்ப்பு என்று சொல்வது தமிழை வாசித்தது. അതിങ്ങനെ, ഞാൻ ബാബേലിൽ വെച്ച്, நான் பாபிலோனில் வைத்து ബേലിനെ സന്ദർശിച്ച്, பேரை தண்டித்து അവൻ വിഴുങ്ങിയതിനെ, அது விழுங்கினதை അവന്റെ വായിൽ നിന്ന് പുറത്തിറക്കും. அதன் வாயில் இருந்து கக்க பண்ணுவேன். അതാണ് ഇന്ന് രാത്രിയിലെ ദൂത്. அதுதான் இந்த இரவு வேளையினுடைய செய்தி. പക്ഷെ അത് തമിഴിൽ കക്കുവെന്നുള്ള ഒരു പദം എഴുതിയിരിക്കുന്നത് അല്ലേ? അതാണ് ഒറിജിനൽ സാധനം. தமிழ்ல சொல்லப்பட்டதான அவனை கக்க பண்ணுவேன் என்கிற வார்த்தை தான் உண்மையான மொழிபெயர்ப்பு. 34-ാമത്തെ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. 34ാவது കൺവെൻഷൻ കൂട്ടത്തിന്റെ ആരംഭ നാളിലെ പരിശുദ്ധ ആവിയാനവർ சொல்லுகிறார், പിശാചു വിഴുങ്ങിയതെല്ലാം പുറത്തിറക്കാൻ പോകുകയാണ്. സാത്താൻ വിഴുങ്ങിനதை ആണ്ടവർ வெளியே கொண்டு വர போகிறார். എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്ത് എത്ര നബർ വിശ്വസിக்கிறீர்கள்? ഓ, ഈ ആരാധന പോരാ, ഈ ആരാധന പോരാ. കുടുംബത്തോടുള്ള ദൂത, ഇത് ഒരു കുടുംബത്തെ പറ്റിയുള്ള ചെയ്തി, നിന്റെ തലമുറയെ കുറിച്ചുള്ള ദൂത, ഇത് ഒരു തലമുറയെ പറ്റിയുള്ള വാർത്ത, ഇത് ദേശത്തോടുള്ള ദൂത, ഇത് ദേശത്തെ പാർത്തുള്ള ചെയ്തി. അവൻ വിഴുങ്ങിയതിനെ ദൈവം പുറത്തിറക്കാൻ പോകുകയാണ്. വിഴുങ്ങി വൈത്തത് ആണ്ടവർ വെളിയെ കൊണ്ടുവരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരാ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കണം. കരങ്ങളെ തട്ടി കർത്തനാമത്തെ മഹിമപ്പെടുത്തുക. Come on, come on, come on. വാങ്ങ 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 ചേർന്ന് ആരാധിപ്പോം. ആമേൻ. നാളെ ഗ്രൗണ്ടൊക്കെ നിറയുമായിരിക്കും. നാളേക്ക് ഈ മൈതാനം എല്ലാം നിരമ്പും. ആരാധന തുടങ്ങിയാൽ അതൊരു സത്യത്തിൽ ഇവിടെയൊക്കെ ആരാധിക്കുമ്പോൾ ഒരു കടലിളകുന്ന പോലെ ഫീൽ ചെയ്യും. இந்த இடத்திலெல்லாம் ஒரு ஆராதனை வெளிப்படுவது கடலிலே തിരമാല ഇളകുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക வேண்டும். പോയിന്റ് 1, പോയിന്റ് 2, പോയിന്റ് 3 എന്നൊന്നും പറയുന്ന കേൾക്കാൻ നിൽക്കേണ്ട, ഒറ്റ വാക്കാ പറഞ്ഞത്. പിശാച് എന്തെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, പകുതി 1, പകുതി 2, പകുതി 3 என்று சொல்லவில்லை, ஒரே ஒரு வார்த்தை சொல்லுகிறேன், சாத்தான் எதையாவது விழுங்கி வைத்திருப்பான் என்று சொன்னார். ഇന്ന് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം പറയുന്നു, അതിനെ യഹോവ പുറത്തിറക്കും. வானும் பூமியும் அழிந்து போனாலும் அழியாத தேவனுடைய வார்த்தையை சொல்லுகிறது, பரலோகத்தின் ஆண்டவர் வெளியே கொண்டு வருவார். എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിக்கிறீர்கள்? ഞാൻ പ്രവചനത്തെ പ്രവചനമായിട്ടും, நான் தீர்க்கதரிசனத்தை தீர்க்கதரிசனமாகவும், ഉപദേശത്തെ ഉപദേശമായിട്ടും, அதனுடைய செய்திகளை செய்தியாகவும், സുവിശേഷത്തെ സുവിശേഷമായിട്ടും, சுவிசேஷத்தை சுவிசேஷமாய் பார்க்கிற நபர் தான் நான். ഇത് ലേഖനത്തിലെ വാക്യമല്ല, இது நிருபத்திലുള്ള വാർത്തയല്ല, ഇത് സുവിശേഷത്തിലെ വാക്യമല്ല, ഇത് സുവിശേഷത്തിന്റെ വാർത്തയല്ല, പ്രവാചകന്റെ ആദരത്തിൽ കൂടെ ആത്മാവ് പറഞ്ഞ കാര്യമാണ്. தீர்க்கதரிசிയുടെ വായിൽ മൂലമായി പരിശുദ്ധ ആവിയാനവർ சொன்ன வார்த்தை. ഞാൻ വിഴുങ്ങി അതിനെ പുറത്തിറക്കാൻ പോകുകയാണ്. വിഴുങ്ങിനെ തിരുம்ப കക്ക பண்ணுவேன். നിങ്ങളുടെ വീടിനകത്ത് പിശാച് എന്തെങ്കിലും വിഴുങ്ങിയെങ്കിൽ, உங்கள் வீட்டுக்குள்ளே சாத்தான் ஏதாவது விழுங்கி வைத்தானா, തലമുറയുടെ ഭാവിയെ വിഴുങ്ങിയെങ്കിൽ, உங்கள் பிள்ளைகளோட வருங்கால வாழ்க்கையை விழுங்கினார் என்று சொன்னால், ജീവിതത്തെ വിഴുങ്ങിയെങ്കിൽ, குடும்ப வாழ்க்கையை விழுங்கி வைத்தானா, നിങ്ങളുടെ സമ്പത്തിനെ വിഴുങ്ങിയെങ്കിൽ, பொருளாதாரத்தை விழுங்கி வைத்திருப்பானா, ആത്മാക്കളെ വിഴുങ്ങിയെങ്കിൽ, ஆத்துமாக்களை சபையில் ஆத்துமாக்களை விழுங்கினார் என்றால், ശുശ്രൂഷയെ വിഴുങ്ങിയെങ്കിൽ, ஊழியத்தை விழுங்கினார் என்றால், ഇന്ന് രാത്രി യഹോവ അതിനെ പുറത്തിറക്കും. இன்று இரவு பல்லவத்தின் ஆண்டவர் வெளியே கொண்டு வருவோம். ഓ, വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? விசுவாசிக்கிறீர்கள்? ശബരബതുരി ഗടഗജല പ്രവാഹജല ഗടഗജല
അന്യഭാഷ പ്രാപിച്ചവൻ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ച് കർത്താവ് ചിലതിനെ പുറത്തിറക്കാൻ പോകുന്നു. നിന്റെ തലമുറയെ അവൻ പുറത്തിറക്കും. നിന്റെ കുടുംബജീവിതത്തെ പുറത്തിറക്കും. നിന്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ പുറത്തിറക്കും. നിന്റെ സമ്പത്തിനെ പുറത്തിറക്കും. ഇന്ന് രാത്രി ഈ വചനം വെച്ച് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒന്നുകൂടെ ഞാൻ കാര്യം പറയുന്നു, നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം നിനക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ ആണ്ടവർ തിരുമ്പ തരപ്പോകുகிறார். ആമേൻ. 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 ഇതൊരു ഭയങ്കര വേടായത്. ഇത് ഭയങ്കരമായ ഒരു വാർത്ത. അതിനകത്തെ ഒരു വേട് പോലും കളയാൻ പറ്റത്തില്ല. അതற்குள்ள ഒരു വാർത്ത കൂടെ കളയ முடியாது. ഞാൻ 3 ആഴ്ചയായിട്ട് എന്റെ സഭയിൽ ഇതിനകത്തെ ഒരു വേട പ്രസംഗിക്കുന്നു. 3 വാരങ്ങളാக இதற்குள்ள இருந்து ஒரே ஒரு வார்த்தை தான் எடுத்து பேசுகிறேன். അത് യിരെമ്യാ പ്രവചനം എടുത്തല്ല ഞാൻ പറയുന്നത്. അത് യെരേമ്യാ தீர்க்கதரிசனத்தில் നിന്ന് சொல்லவில்லை. ഞാൻ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അത് പറയുന്നു. ரூத்துடைய புத்தகத்தில் നിന്ന് பேசுகிறேன். ഇവിടെ അങ്ങനെ ഒരു പദം കിടപ്പുണ്ട് ഇതിനകത്ത്. இதற்குள்ள அப்படிப்பட்ட ஒரு வார்த்தை இருக்கிறது. ഞാൻ സന്ദർശിക്കും. நான் அவரை சந்திப்பேன். രൂത്തിന്റെ പുസ്തകം തുടങ്ങുന്നത് ரூத்தின் புத்தகம் ஆரம்பிக்கப்படுவது ഒരു ക്ഷാമം പറഞ്ഞോണ്ടാ. ஒரு சாபத் வார்த்தையோடு. അതേ പുസ്തകത്തിന്റെ 1-ാം അധ്യായം തുടങ്ങിയത് ക്ഷാമം പറഞ്ഞോണ്ടാണ്. அந்த புத்தகத்தில் 1-ാം அதிகாரம் ആരംഭിക്കപ്പെടുகிறது ഒരു പഞ്ചകാലത്തോട്. പക്ഷേ അതേ പുസ്തകത്തിന്റെ 1-ാം അധ്യായം തീരുന്നത് ഒരു യവക്കൊയ്ത്ത് പറഞ്ഞോണ്ടാണ്. அந்த 1-ാം அதிகாரம் கடைசி வார்த்தை முடிகிறது ஒரு வார்க்கோல்മയുടെ അറുവടയോട് முடிகிறது. നഷ്ടം പറഞ്ഞു തുടങ്ങിയ ചിലര് ആ നഷ്ടത്തെ ജയിക്കുന്ന ഒരു വർഷമാണ് 2026. നഷ്ടത്തോട് ആരംഭിക്കപ്പെടുന്ന വാക്കൈ അത് നഷ്ടത്തോട് ആശീർവാദത്തോട് ആരംഭിക്കപ്പെടുന്ന ഒരു വർഷം 2026. അവിടെ ഇങ്ങനെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങേ ഇവണ്ണമായ ഒരു വാർത്തയുണ്ട്. ദൈവം ദേശത്തെ വീണ്ടും സന്ദർശിച്ചു. ദേവൻ ദേശത്തെ മറുപടിയും സന്ധിപ്പാർ. അതാ ഞാൻ പറഞ്ഞു, ഇന്നത്തെ വാക്കൊരു പ്രവാചക ശബ്ദമാണ്. ഇന്നത്തെ വാർത്ത ഒരു ദീർഘദർശന സത്യം. ദൈവം ദേശത്തെ വീണ്ടും സന്ദർശിക്കാൻ ദേവൻ ദേശത്തെ മറുപടി സന്ധിക്കാൻ പോകുകയാണ്. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചില അമ്മമാരും അപ്പന്മാരും ഇരിപ്പുണ്ട്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, വീണ്ടും നിന്റെ തലമുറയെ ദൈവം സന്ദർശിക്കാൻ ஜெபிக்கிற சில தகப்பன்மார் தாய்மார்கள் இருக்கிறார்கள். உங்களை பார்த்து சொல்லுகிறேன், உங்கள் தலைமுறையை ஆண்டவர் மறுபடியும் சந்திக்க போகிறார். എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്ത് എത്ര പേർ വിശ്വസിக்கிறீர்கள்? സന്ദർശിക്കാന്നുള്ള പദം അതൊരു വളരെ വ്യാപ്തിയുള്ള പദമാണ്. സന്ധിപ്പാർ എன்கிறதான വാർത്ത മിക വിചിത്രമായ ഒരു വാർത്ത. അത് ഇംഗ്ലീഷ് വേർഡ് കൊടുത്തിരിക്കുന്നത് ദൈവം വിസിറ്റ് ചെയ്യും നിന്റെ വീട്. ഓ അത് ആംഗ്ലത്തിൽ ആണ്ടവർ വീട്ടെ സന്ധിപ്പാർ. അസാധ്യ വേടാ അത്. അത് ഭയങ്കരമായ ഒരു വാർത്ത. കാരണം രൂത്തിന്റെ പുസ്തകം പറഞ്ഞു ദൈവം ലാൻഡ് വിസിറ്റ് ചെയ്തു. ആണ്ടവർ ഭൂമിയെ സന്ധിത്താർ. അങ്ങനെ എഴുതിയിരിക്കുന്നത്. യെസ്. ആ രൂത്തിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ ദൈവം ദേശത്തെ വിസിറ്റ് ചെയ്തു. രൂത്തിന്റെ പുസ്തകത്തിൽ വാസിക്കുമ്പോഴും ആണ്ടവർ ദേശത്തെ സന്ധിത്താർ എന്ന് വാസിക്കുന്നു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ദൈവിക സന്ദർശനത്തിന് സഭ തയ്യാറായിരിക്കും. இந்த கூடுகையினுடைய முதல் நாள் ஆரம்ப நாட்களிலே இந்த வார்த்தை தீர்க்கதரிசனமாய் சொல்லுகிறேன். கர்த்தர் உங்கள் குடும்பத்தை சந்திப்பார், தேசத்தை சந்திப்பார். വെയിലാറിയ സമയം പൂർവപിതാവായ അബ്രഹാമിന്റെയും സാറയുടെയും പ്രതീക്ഷകളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു വെയിലാറിയ ദിനം. பொழுது விடுகிற நேரத்தில் ஆபிரகாமுடைய வாழ்க்கையில் எல்லாம் நஷ்டப்பட்டதான சூழ்நிலையிலே அந்த சாயங்கால வேளையிலே തന്നോട് തന്നെ താൻ പറയാൻ തുടങ്ങി, ഇനി ഒന്നും നടക്കത്തില്ല. അവരെ பார்த்து சொல்லுகிறார், இனி ஒன்றும் என் வாழ்க்கை நடைபெறாது. സാഹചര്യം മുഴുവൻ പറയാൻ തുടങ്ങി, ഇനി ഒന്നും സംഭവിക്കത്തില്ല. சூழ்நிலைகள் எல்லாம் சொல்லுகிறது, இனி ஒன்று நடக்காது. അങ്ങനെയുള്ള ഒരു വൈകിയ വേളയിൽ, அப்படிப்பட்ட ஒரு சாயங்கால வேளையிலே ദൈവവചനം എഴുതിയിരിക്കുന്നവന്റെ കൂടാരത്തെ 3 പേര് വിസിറ്റ് ചെയ്തു. വസനത്തിൽ വാസി അവരുടെ കൂടാരത്തിൽ 3 നബറുകൾ സന്ധിത്താர்கள். ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്ന് ഞാൻ ഇങ്ങനെ வைத்து ஆவியானவரால் தீர்க்கதரிசனமாய் உரைக்கிறேன். നിന്റെ വീട് യഹോവ വിസിറ്റ് ചെയ്യാൻ പോകുകയാണ്. உன் வீட்டை பரிசுத்த ஆண்டவர் சந்திக்கும்படி போகிறார். വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? എത്ര നബറുകൾ
ഇന്നലെ എന്നെ ഒരാൾ ഫോൺ വിളിച്ചു. நேற்று தினத்தில் ஒரு நபர் போன் பண்ணினார். 2-3 വട്ടം വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. 2-3 தடவை அழைத்த போதினால் எடுக்க முடியவில்லை. ഞാൻ വീണ്ടും വിളിച്ചു. மறுபடியும் கூப்பிட்டார். എന്നോട് പറഞ്ഞു പാസ്റ്ററെ 2-3 വട്ടം വിളിച്ചിട്ട് കിട്ടിയില്ല. ஓ அவர் சொல்லுகிற போதகர் 2-3 தடவை உங்களை அழைத்தேன் கிடைக்கவில்லை. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാ. நான் சொன்ன நீங்க காரியத்தை சொல்லுங்க, நான் வாகனத்தை ஓட்டிக்கொண்டே இருக்கிறேன். എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്യതാ, முதலாவது வார்த்தை வேணமாய் ജീവിതം മടുത്തു, வாழ்க்கை சோர்ந்து போனது, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, முன்னே போக முடியவில்லை. ഞാൻ കർത്താവിന്റെ വേല ചെയ്ത ഒരു ദൈവ മനുഷ്യനാണ്. நான் ஆண்டவருடைய ஊழியத்தை செய்கிற ஒரு ஊழியக்காரன். പക്ഷെ വേല ചെയ്യുന്ന സമയത്തും ഇതിനകത്തുനിന്ന് കിട്ടിയ മുറിവുകൾ എന്നെ ശുശ്രൂഷയെന്ന് പുറത്തു കൊണ്ടുപോയി. ஆனா ஊழியம் செய்யும்போது ஊழியத்தின் பாதையிலே எனக்கு வந்ததான காயங்கள் நிமித்தமாய் இந்த ஊழியத்தில் நான் பின்வாங்கி போனேன். ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. நான் ஒரு வியாபாரத்தை ஆரம்பித்தேன். പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോയി. அதெல்லாம் தகர்ந்து போனது. ഇന്ന് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. இந்நாൾക്ക് எனக்கு முன்னே போக முடியவில்லை. അദ്ദേഹം പറഞ്ഞ അടുത്ത പദം ഇതാണ്. அவர் சொன்ன அடுத்த வார்த்தை வேணமாய் 2 ദിവസമായിട്ട് 2 நாட்களாக ഒരാൾ എന്നോട് പറയുകയാണ്, ஒரு நபர் என்னை பார்த்து சொல்லுகிறார், ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ இனி പറ്റത്തില്ല, உன்னால் முன்னே போக முடியாது, ഇനി നിനക്ക് മുൻപിൽ ഒരു വഴിയുമില്ല, இனி உனக்கு முன்னால் ஒரு பாதையும் இல்லை, അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യുക. ஆகவே நீ தற்கொலை செய்ய வேண்டும். പക്ഷെ 2 വട്ടം ഞാൻ തീരുമാനിച്ചു ചെയ്യാൻ. 2 தடவை தற்கொலைக்காக தீர்மானித்தேன். അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത്. அப்படி தீர்மானித்திருக்கும் பொழுது நான் போதகர் உங்களை அழைக்கிறேன். 3 വട്ടം അങ്ങ് ഫോൺ എടുത്തില്ല. 3 தடவை நீங்கள் போன் எடுக்கவில்லை. എന്റെ മനസ്സ് പറഞ്ഞു ഒന്ന് എടുത്തിട്ട് ആത്മഹത്യ ചെയ്യാം. ஓ என்னுடைய மனசு இப்படி சொன்னது, அவரோட போன் எடுத்த பிற்பாடு தற்கொலை பண்ணலாம். പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. நான் அவருக்காக ஜெபித்தேன். അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു. அவரை பார்த்து பேசினேன். അദ്ദേഹം ഇന്ന് ചർച്ചിനകത്ത് ആരാധിക്കാൻ തുടങ്ങി. அவர் சபைக்கு ஆராதிக்க ஆரம்பித்தார். എന്തോ എന്നോട് ദൈവം ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദൂത് പറയാൻ പറയുന്നു. ஆண்டவர் இங்க நிற்கும்போது ஒரு வார்த்தை சொல்லுகிறார். ചില ഡിപ്രഷന്റെ സ്പിരിറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് കളയുക. எல்லா சோர்வின் ஆவிகளை இயேசு நாமத்தினாலே அவைகளை கடிந்து அப்புறப்படுத்துகிறோம். കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. கரங்களை தட்டி கர்த்தர் நாமத்தை மகிமைப்படுத்தலாம். ദൈവം ചിലതിനെ വിസിറ്റ് ചെയ്യാൻ പോകും. ஆண்டவர் சிலவற்றை சந்திக்க போகிறார். ദൈവം വിസിറ്റ് ചെയ്യും. ஆண்டவர் சந்திப்பார். മനുഷ്യൻ നിന്റെ വീട്ടിൽ വരുന്നത് പോലെ ദൈവം നിന്റെ വീട്ടിൽ വരും. மனுஷன் உன் வீட்டுக்குள்ளே வருவது போல ஆண்டவர் வீட்டுக்குள்ளே வருவார். ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ நான் அவனமாய் ஜெபிக்க ஆரம்பித்தேன். എടാ, യാക്കോബിനെ ഉപദ്രവിക്കാൻ വന്ന ലാബാന് വരെ ദൂതം വെളിപ്പെട്ടെങ്കിൽ, பாருங்கள், யாக்கோபை உபத்திரவம் பண்ணும்படியாக வந்த லாபானை பார்த்து தூதன் வெளிப்பட்டார் என்றால் എനിക്കും ആ ദൂതനെ കാണണം. எனக்கும் அந்த தூதனை பார்க்க ഞാൻ வேண்டும். ആരോടൊക്കെ പറയും, ഇന്ന് രാത്രിയിൽ ഒരു ബലാത്കാരത്തിന്റെ പ്രാർത്ഥന ഇതിന്റെ നടുവിൽ എഴുന്നേറ്റ് വരണം. இந்த இரவு வேளையில் ஒரு பலவந்தமான ஒரு ஜெபம் இதற்குள்ள எழும்ப வேண்டும். ചില തലമുറകൾ പുറത്തു വരാൻ അത് വേണം. சில பிள்ளைகள் தலைமுறைகள் வெளியே வருவதற்கு அப்படிப்பட்ட ஒரு பலவந்தமான ஜெபம் தேவை. എന്റെ അപ്പൻ ഒരു കൂലി വേലക്കാരന്റെ മോനാ ഞാൻ. நான் என்னுடைய தகப்பனார் ஒரு கூலி வேலை செய்கிறவர், அவருடைய மகன் தான். ഞാൻ സാധാരണ വരുമ്പം എൻ്റെ കൂടെ ആളും ബഹളവും ഒക്കെ ഉള്ള ഞാൻ ഇന്ന് ഇത് പെട്ടെന്നുള്ള അർജൻമെന്റ് ആയിട്ട് പെട്ടെന്ന് ഒറ്റയ്ക്ക് വന്നു. ഞാൻ സാധാരണ ഒരിടത്ത് നിന്ന് കൂലിവേലക്കാരൻ്റെ മോനാന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, വല്ല വേറെ ഏതെങ്കിലും രാജ്യത്ത് വല്ലതും ഇന്തപ്പനയുടെ ചുവട് വല്ലതും ആണോ കളിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. நான் ஒரு கூலி வேலை செய்கிற ஒரு தகப்பனாருடைய மகன் என்று சொல்லும் பொழுது அவர் நடத்த வேற ஏதாவது வெளிநாடுகள் எங்கேயாவது ஒரு பேரிச்ச மரத்திற்கு வேலை செய்யக்கூடிய அவருடைய மகனா என்று கேட்டதுண்டு. എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ച ഒത്തിരി പാഠങ്ങളുണ്ട്. என் தகப்பனிடத்தில் നിന്ന് நான் கற்றுக்கொண்ட அநேக காரியங்கள் உண்டு. ഞങ്ങളുടെ വീടെന്ന് പറയുന്ന ഒരു വലിയ കുന്നിന്റെ മുകളിലാണ്. எங்களுடைய வீடு என்று சொல்லுகிற மிகப்பெரிய ஒரு குன்றின் மீது இருக்கிற ஒரு வீடு. ഇന്ന് അവിടെ അല്ല, ഇന്ന് താഴെയാ. இன்னைக்கு அங்க எல்லாம் இன்னைக்கு கீழே வந்துட்டோம். ഞങ്ങളുടെ വീട്ടിന്റെ പ്രത്യേകത ഈ ഒരു സീസൺ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 5 മാസം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കാണത്തില്ല. இந்த ஜனவரி, பிப்ரவரி, மார்ச், ஏப்ரல், மே இந்த 5 மாதங்கள் எங்க வீட்டில் தண்ணீர் இருக்காது. എനിക്ക് കുഞ്ഞുങ്ങളോടൊക്കെ തിരിഞ്ഞു നിന്ന് സംസാരിക്കണമെന്നുണ്ട്. எங்க பிள்ளைகளை பார்த்து திரும்பி நின்று பேச வேண்டிய ஆசை உண்டு. ഞങ്ങൾ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴെ, അതായത് ഏകദേശം ഒരു മിനിമം 20 മിനിറ്റ് നടന്നു വേണം ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ. பாருங்கள், அந்த மலை மேல இருந்து 20 மினிட் அல்லது நிமிடங்கள் நடந்து கீழே வந்து தண்ணீர் கோரி மறுபடியும் நாங்கள் அந்த மேல் கொண்டு போவோம். ഞാൻ താമസിച്ച ആ വീട്ടിൽ കറണ്ട് കിട്ടിയത് 2014 நான் வாழ்ந்து கொண்டிருந்த அந்த வீட்டிலே ஒரு வெளிச்சம் அல்லது கரண்ட் கிடைத்தது 2014 ஆண்டுல. 2014 എന്ന് പറയുമ്പം എനിക്ക് ഡിഗ്രിക്ക് ഞാൻ കയറിയതിന് ശേഷമാണ്
അവിടെ കറണ്ട് വരുന്നത് തന്നെ. நான் டிகிரி படிப்பதற்கு போன ഡിഗ്രി അല്ല, ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയ ശേഷം അവിടെ കറണ്ട് വരുന്നത്. நான் ஊழியத்திற்கு வந்த பிற்பாடுதான் அந்த இடத்துல எங்களுக்கு எலக்ட்ரிசிட்டியில கரண்ட் கிடைக்கிறது. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രൈവറ്റ് ടോയ്ലറ്റ് ഇല്ലാത്തൊരു വീട്ടിൽ ജനിച്ചു വളർന്ന ആളാ ഞാൻ. ஒரு பொதுவாக ஒரு பிரைவேட்டாக ஒரு டாய்லெட் வாஷ்ரூம் இல்லாததான ஒரு வீட்டில் தான் பிறந்து வளர்ந்தேன். ഒരിക്കലും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യമായിരുന്നു എന്റെ വീട്. ஒரு போதும் தப்பி பிழைப்பாம் என்று சொல்லி நினைத்து கூட பார்க்க முடியாத வீட்டில் தான் வளர்ந்தேன். പക്ഷെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീജനം ഉണ്ടായിരുന്നു, അസാധ്യ പ്രാർത്ഥനയായിരുന്നു. அந்நாட்களில் எங்க வீட்டிலே சில தாய்மார்கள் இருந்தார்கள், பயங்கரமான ஒரு ஜெபம் ஏறெடுப்பார்கள். തായ്മാർകളില്ല, തായ് ஒரு தாய் இருந்தார்கள், എന്റെ അമ്മ, என்னோட அம்மா. അസാധ്യ പ്രാർത്ഥനയാണ്, பயங்கரமான ஜெபம். എപ്പോഴും ഞങ്ങളെ നോക്കി പറയും ഈ സ്ഥിതിയൊക്കെ മാറും. எப்பொழுதும் எங்களை பார்த்து இந்த நிலைமை எல்லாம் மாறும். ഞങ്ങളെ നോക്കി പ്രവചിക്കുവായിരുന്നു, எங்களை பார்த்து தீர்க்கதரிசனம் சொல்லுவார்கள். അല്ലാതെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ നോക്കി മുടിഞ്ഞു പോകൂടാന്ന് പറഞ്ഞിട്ടില്ല. ஓ எங்களுடைய தாயார் எங்களை பார்த்து நீ நாசமாய் போவாய் என்று சொல்லல. കാരണം ഞങ്ങളെ നോക്കി എപ്പോഴും പറയും നിങ്ങൾ എല്ലാം രക്ഷപ്പെടും. ஓ எங்களை பார்த்து எங்கள் தாயார் சொல்ல நீங்கள் எல்லாரும் தப்புவீர்கள். ഞങ്ങൾ 3 ആൺപിള്ളേരെ നോക്കി പറയും നിങ്ങൾ എല്ലാം രക്ഷപ്പെടും. 3 ஆண் பிள்ளைகளை பார்த்து நீங்கள் எல்லாரும் நல்லா இருப்பீர்கள். എന്നെ നോക്കി പറയും നീ ശുശ്രൂഷകനാകും. என்னை பார்த்து நீ ஊழியக்காரனாய் மாறுவாய். നിന്റെ മക്കളും ശുശ്രൂഷകരാകും. பிள்ளைகளும் ஊழியம் செய்வார்கள். ഞങ്ങളുടെ അമ്മ ഒരു പ്രവാചകയാണ്. என்னுடைய தாயார் ஒரு தீர்க்கதரிசி. നാട്ടുകാരുടെ പ്രവാചകയല്ല, വീട്ടുകാരുടെ പ്രവാചകൻ. ஓ ஊர்க்காரருடைய தீர்க்கதரிசி அல்ல, வீட்டில் உள்ள தீர்க்கதரிசி. അതും തിരിച്ചറിയുന്ന ഒത്തിരി അനുഗ്രഹമാണ്. அதை புரிந்து கொள்கிற ரொம்ப ஆசீர்வாதம். ചിലർക്ക് പ്രവചനം തന്നിരിക്കുന്ന നാട്ടുകാരോട് പറയല്ല, നിന്റെ വീട്ടിൽ തന്നെ പ്രവചിക്കാനാ. சிலருக்கு தீர்க்கதரிசனம் தந்தது ஊருக்கு தீர்க்கதரிசனம் சொல்லும்படி அல்ல, உன் வீட்டுக்கு தீர்க்கதரிசனம் சொல்லும்படி தந்திருக்கிறார். ഞങ്ങളുടെ അപ്പ കൂലി വേലയ്ക്ക് പോകാറുണ്ട്. என்னுடைய தகப்பனார் ஒரு கூலி வேலைக்காய் கடந்து சொல்லுவார். ഇന്ന് ഞാൻ വന്നപ്പോഴും എന്റെ അപ്പം കൂലി വേലയ്ക്ക് പോയെന്ന് കണ്ടിട്ടാ ഞാൻ വന്നത്. இன்னைக்கு நான் வரும் பொழுதும் என்னுடைய தகப்பனார் ஒரு கூலி வேலைக்கு போனார் என்பதை பார்த்துதான் வந்திருக்கிறேன். കാരണം ഞാൻ മൂവാറ്റുപുഴയെന്ന് വണ്ടി ഓടിച്ച് പുനലൂര് എന്റെ അപ്പന്റെ അമ്മയുടെ കയറി അവിടുന്ന് ഞാൻ വരുന്നത്. நான் மூவாற்றுப்புழையிலிருந்து வாகனத்தை ஓட்டி புனலூரில் இருக்கிறேன், தாய் தகப்பன் வீட்டிலே போயிட்டு தான் வருகிறேன். ഞങ്ങളുടെ അപ്പൻ എന്ത് ജോലി, വാഴയ്ക്ക് കളയ്ക്കാനാണെങ്കിൽ അത്, കണ്ടം കളയ്ക്കാനാണെങ്കിൽ അത്, മേശരിയെങ്കിൽ മേശരി, മൈക്കാടെങ്കിൽ മൈക്കാട്, ഓൾ റൗണ്ടർ. என்னுடைய தகப்பனார் வாழைக்கு இது பண்ண வேண்டுமென வாழை தோட்டத்தில் வேலை செய்வார், மெக்காடு வேலை செய்வார், எல்லா ஆல்ரவுண்டர் வேலைகளும் செய்வார். ഇപ്പോഴും കൂലി വേലയ്ക്ക് പോകുന്നുണ്ട്. இப்போது கூலி வேலை தான் செய்வார். കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഇപ്പം പോകേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ അപ്പന് ഇഷ്ടം, അപ്പം പോകുന്നുണ്ട്. இப்ப போக வேண்டிய தேவைയൊന്നും இல்ல, என் அப்பாவுக்கு அது ஒரு விருப்பம், போகட்டும். എനിക്ക് 9ാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിലാണ് ജനിച്ചത്. അതിന് ഞാൻ പത്രം എറിഞ്ഞും റബ്ബർ കട ഷീറ്റ് കഴുകാൻ പോയൊക്കെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയി. நான் 9ஆம் வகுப்பு வரைக்கும் படிக்க முடியாத ஒரு சூழ்நிலை அந்த நாட்களில் தொடர்ந்து படிக்கும்படி வாஞ்சித்து நான் ரெப்பர் சீட் அடிப்பதற்காகவும் பேப்பர் நியூஸ் பேப்பர்கள் எல்லாம் போட்டுதான் அப்படி படிப்பை தொடர்ந்தேன். പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയാം. ஆனால் இங்கே நிற்கும்போது நான் உங்களை பார்த்த ஒரு வார்த்தை சொல்லுகிறேன். ചില ബലാത്കാരത്തിന്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ உங்கள் வீட்டுக்குள்ள பலவந்தமான ஒரு ஜெபம் உண்டு என்று சொன்னால் உங்க குடும்பத்தில் சூழ்நிலையை ஆண்டவர் மாற்றுவார். അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. அது சொல்லும்போது கொஞ்சம் கூட புரியும். ഞങ്ങളുടെ പിന്നെ ഈ ചില സമയങ്ങളിൽ പാറ പൊട്ടിക്കുന്ന പണിക്ക് പോവാറുണ്ട്. என்னோட தகப்பனார் சில வேளைகளில் பாறை நொறுக்குகிறதான அந்த வேலைக்காக போவார். ഞാൻ അപ്പയ്ക്കും കൊണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്തും ഒരു 6 വർഷം മുമ്പ് വരെ ഞാൻ അപ്പൻ ജോലിക്ക് പോകുമ്പോൾ അപ്പന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോവായിരുന്നു. 6 ஆண்டுகளுக்கு முன் நான் ஊழியத்துக்கு வந்த பிற்பாடு 6 ஆண்டுகளுக்கு முன்னையும் என்னுடைய தகப்பனார் வேலைக்கு போகும்போது அவருக்கு சில ஆகார பதார்த்தங்களை கொடுக்கும்படியாய் போவேன். അല്ലാതെ നമ്മൾ പാസ്റ്റർ ആയതുകൊണ്ട് പിന്നെ അപ്പനെ അമ്മയും കാണാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. நாம் ஊழியக்காரனாய் மாறினதுனால தாய் தகப்பனை பார்க்காமல் இருக்கிற வேலை இல்லை. ഞങ്ങളുടെ അപ്പനും അമ്മ ഇന്നുവരെ എന്നെ പാസ്റ്റർ എന്ന് വിളിച്ചിട്ടില്ല, എടാന്ന് ഇപ്പോഴും വിളിക്കത്തുള്ളൂ. என்னுடைய தாய் தகப்பனை எங்களை எப்பொழுதும் போதகரை என்று கூப்பிட மாட்டார், இடான்னு தான் கூப்பிடுவார். അപ്പൻ ഈ പാറ പൊട്ടിക്കുന്ന സമയം என் தகப்பன் பாறை உடைக்கிற வேலை செய்யும் பொழுது ആരോടോ വാശിയുള്ള പോലെ പുള്ളി കിടന്ന് പാറയിൽ അടിക്കുന്ന, யாரிடத்துல வைராக்கியம் நிறைந்தது போல இந்த பாறையில கிடந்து வேலை செய்வார். എത്ര അടി അടിക്കുമെന്നറിയോ പാറയ്ക്കകത്ത്? எவ்வளவு நான் அடிப்பார் தெரியுமா அந்த பாறையில. ഞാൻ ഒരു ദിവസം അപ്പനോട് ചോദിച്ചു, நான் ஒரு நாள் தகப்பனை பார்த்து கேட்டேன், ഇത്ര അടിച്ചിട്ട് ഇവൻ പൊട്ടിയില്ലല്ലോ, இவ்வளவு அடி கொடுத்த பிற்பாடு அவர் உடையலையே. അപ്പൻ എന്നോട് പറഞ്ഞ മറുപടി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ബലവാ. ஓ என்னோட தகப்பனை பார்த்து அன்னைக்கு சொன்னதான பதில் இன்றைக்கு எனக்கு ஒரு பலனா இருக்கிறது. അപ്പൻ എന്നോട് അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. அன்னைக்கு என் தகப்பனை பார்த்து சொன்ன ஒரு வார்த்தை உண்டு, ആദ്യത്തെ അടിക്കേ ഇവൻ പൊട്ടിയിട്ടുണ്ട്, முதலாவது அடியிலே அது உடைந்தது, അവന്റെ പൊട്ടല് നടന്നത് അകത്താ, அவனுடைய உடைவு நடந்தது உள்ளுக்கு. അത് തുടർമാനം അടി ചെന്നാൽ അവൻ പൊളിഞ്ഞിരിക്കും. ஓ அவன் தொடர்ந்து அந்த அடி படும் பொழுது அவன் உடைக்கப்பட்டிருப்பான். നിന്റെ ആദ്യത്തെ പ്രാർത്ഥനയിലെ ചിലതിന്റെ അടിത്തറ ഇളകിയിട്ടുണ്ട്. உன்னுடைய முதலாவது ஜெபத்திலேயே பல சில அஸ்திபாரங்கள் இളകിனது. നീ തുടർമാനം പ്രാർത്ഥിച്ചാൽ ചിലത് പൊളിഞ്ഞു പോകും. தொடர்ந்து ஜெபித்தால் சிலவற்றை ஆண்டவர்
പിടിക്കാം. വിശ്വസിക്കുന്ന പിള്ളേ കാര്യങ്ങളെ തട്ടി കർത്തരുടെ നാമത്തെ മഹിമപ്പെടുത്തലാം. ശബർത്തല പ്രഭാതല ഘടകജന. Praise the Lord. ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാരണം நான் இது சொல்ல காரணம் കാരണം ഈ വിഴുങ്ങിയതിനെ പുറത്തെടുക്കാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ കർത്താവ് എന്തെങ്കിലും ചെയ്യട്ടെ. ஆனா விழுங்கினதை வெளியெடுக்க நேரமில்லை. ஆனா கர்த்தர் ஏதாவது செய்வாராக. കാരണം അതെനിക്ക് പോയിന്റ് വെച്ച് പറയുകയാണെങ്കിൽ அது பாயிண்டாக எனக்கு சொல்ல வேண்டுமானால் യോനയെ കടലാന വിഴുങ്ങി. யோனாவை ஒரு பெரிய மீன் விழுங்கினது. പക്ഷെ ആ കടലാനയുടെ വായ്ക്കകത്തുനിന്ന് ദൈവം അവനെ പുറത്തെടുത്തു. அந்த கடல் யாருடைய வாயிலிருந்து கர்த்தர் அவனை வெளியே கொண்டு வந்தார். ബാബേല് ഇസ്രായേൽ മക്കളെ വിഴുങ്ങി. பாபேல் இஸ்ரவேல் ஜனங்களை விழுங்கினது. പക്ഷെ അവന്റെ വായിൽ നിന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. வாயிலிருந்து கர்த்தர் அவனை வெளியே கொண்டு வந்தார். ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്ന നെബൂഖദ്നേസർ രാജാവ് ആലയത്തിൽ ഇരുന്ന മുഴുവൻ സ്വർണവും വെള്ളിയും മുഴുവൻ സാധന സാമഗ്രികൾ അവന്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ട് കയറ്റി. പക്ഷെ വചനം പറഞ്ഞു ദൈവം അവയെ പുറത്തെടുത്തു. நாளாகம புத்தகத்தை வாசிக்கும்போது ராஜாவு தேவாலயத்தில் காணப்பட்ட பொற்பாத்திரங்களை திருடிக் கொண்டு அந்த ஆலயத்தில் கொண்டு போனார். அந்த ஆலயத்தில் இருந்து ஆண்டவர் அதை வெளியே கொண்டு வந்தார். ഒന്ന് ജനത്തെ വിഴുങ്ങി ദൈവം പുറത്തെടുത്തു. முதலாவது ஜனங்களை விழுங்கினார்கள், தேவன் வெளியே கொண்டு வந்தார். രണ്ട് ആലയത്തെ വിഴുങ്ങി ദൈവം അതിനെ പുറത്തെടുത്തു. இரண்டாவது ஆலயத்தை விழுங்கின கர்த்தர் அதை வெளியே கொண்டு வந்தார். മൂന്ന് അഭിഷക്തനെ വിഴുങ്ങി ദൈവം അതിനെ പുറത്തെടുത്തു. மூன்றாவது அபிஷேகம் பண்ணப்பட்ட ஊழியரை விழுங்கினது ஆண்டவர் வெளியே கொண்டு வந்தார். നാല് ദാവീദിന്റെ ആടിനെ സിംഹം വിഴുങ്ങി. പക്ഷെ അതിന്റെ വായിൽ നിന്ന് അതിനെ പുറത്തെടുത്തു. நான்காவது தாவீதுடைய ஆடை ஒரு சிங்கம் விழுங்கினது, அவைகள் வாயிலிருந்து ஆண்டவர் அதை வெளியே கொண்டு வந்தார். അഞ്ചാമത്തെ പറയുമ്പോൾ കരങ്ങൾ അടിച്ചു സ്തുതിച്ചേ പറ്റത്തുള്ളൂ. ஐந்தாவது காரியம் சொல்லும்போது கைகளை அடித்து துதித்துதான் ஆக வேண்டும். എന്റെ യേശുവിനെ ഈ മണ്ണു വിഴുങ്ങി മൂന്നാം ദിവസം മണ്ണിനെ പൊളിച്ച് എന്റെ ദൈവം അവനെ പുറത്തെടുത്തു. பிரசங்கிக்கிற இயேசுவை இந்த மண்ணு விழுங்கினது, ஆனா மூன்றாம் நாள் என் ஆண்டவர் அவரை வெளியே கொண்டு வந்தார். കരങ്ങളെ ഉയർത്തി கைகளை உயர்த்தி ശക്തിയോടെ சக்தியாய் വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിഴുങ്ങി അതിനെ എല്ലാം ദൈവം പുറത്തെടുക്കും. எத்தனை விசுவாசிகள் விழுங்கிறதை எல்லாவற்றையும் கர்த்தர் வெளியே கொண்டு வருவார். ഈ 5 പോയിന്റ് ഞാൻ പ്രസംഗിക്കാൻ നിന്ന 5 ദിവസം നിങ്ങൾ കൺവെൻഷന് തരേണ്ടി വരും. இந்த 5 காரியத்தை பிரசங்கிக்க நின்றால் 5 நாட்கள் பிரசங்கிக்க நீங்கள் நேரம் எனக்கு தர வேண்டும். ഒന്നുകൂടെ ഞാൻ പറയുന്നു. ஒன்று கூட சொல்லுகிறேன். ജനത്തെ ദേശം വിഴുങ്ങി. ஜனங்களை தேசம் விழுங்கிறது. തമ്പുരാൻ അവന്റെ വായിൽ നിന്ന് പുറത്തെടുത്തു. ஆண்டவர் அவருடைய வாயிலிருந்து வெளியே கொண்டு வந்தார். ആലയത്തെ രാജാവ് വിഴുങ്ങി. ஆலயத்தை ராஜா விழுங்கினார். എനിക്കിത് ലൈവ് ആയതുകൊണ്ടും ഇത് കൺവെൻഷൻ ആയതുകൊണ്ടും എനിക്കിതിനെ പൊരുള് തിരിച്ചു പറഞ്ഞാൽ നാളെ ഞാൻ അകത്ത് കിടക്കും. അതുകൊണ്ടാണ് பாருங்கள், இது லைவும் இது அர்த்தம் சொன்னால் வித்தியாசமா இருக்கும். ஆகவேதான் ജനത്തെ ദേശം വിഴുങ്ങി. ஜனத்தை தேசம் விழுங்கிறது. തമ്പുരാന്റെ മറുപടി, ஆண்டவருடைய பதில், അവന്റെ വായിൽ നിന്ന് ഞാൻ എന്റെ ജനത്തെ പുറത്തെടുക്കും. அவருடைய வாயிலிருந்து நான் என் ஜனத்தை வெளியே கொண்டு வருவேன். കർത്താവേ, ഇതൊരു പ്രൊഫറ്റിക്കൽ സന്ദേശം ഇവരുടെ അകത്ത് കയറട്ടെ. ஆண்டவரே, இந்த தீர்க்கதரிசன வார்த்தை இவர்களுக்குள்ளே பதியட்டும். എനിക്കത് വിശദീകരിക്കാൻ പറ്റത്തില്ല. அதை எனக்கு வியாக்கியானம் பண்ண முடியவில்லை. ആമേൻ. ஆமென். ജനത്തെ ദേശം വിഴുങ്ങി. ஜனத்தை தேசம் விழுங்கிறது. തമ്പുരാന്റെ മറുപടി, ஆண்டவருடைய பதில், ഞാൻ പുറത്തിറക്കും. நான் வெளியே கொண்டு வருவேன். ഒന്ന് പറ, ദൈവം പുറത്തിറക്കും. நீங்க சொல்லுங்க, ஆண்டவர் வெளியே கொண்டு வருவார். അയ്യോ, ഒന്ന് വാ തുറന്ന് പറ, ദൈവം പുറത്തിറക്കും. சத்தமா சொல்லுங்க, ஆண்டவர் வெளியே கொண்டு നീ வருவார். എത്ര പിടിച്ചു വെച്ചാലും എന്നെല്ലാം കൂലമാല കാണിച്ച് ജനത്തെ അടച്ചു വെച്ചാലും ദൈവം പുറത്തിറക്കും. நீங்கள் எவ்வளவு ஜனங்களை அடக்கி ஆழ்ந்தாலும் ஆண்டவராகிய தேவன் அவர்கள் வெளியே கொண்டு வருவார். അയ്യോ, അകത്ത് സുവിശേഷത്തിന്റെ ആത്മാവുള്ളവൻ ഒരു ആമേൻ പറയുന്നു. ஐயோ, உள்ளே சுவிசேஷத்தில் ஆவி உள்ளவர்கள் ஆமென் சொல்லுங்க பாப்போம். എനിക്ക് രൂത്തിന്റെ പുസ്തകം ഇഷ്ടമാ. எனக்கு ரூத்தின் புத்தகம் ரொம்ப பிடிக்கும். എനിക്ക് എസ്തേറിന്റെ പുസ്തകം ഇഷ്ടമാ. எனக்கு எஸ்தருடைய புத்தகம் ரொம்ப பிடிக்கும். കാരണം ഇത് 2 സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ്. சகல ஸ்திரீகள் பேரில் அறியப்படுகிற புத்தகங்கள். ഒന്നാമത്തെ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ നിഴലാണെങ്കിൽ முதலாவது புத்தகம் பரிசுத்த ஆவியின் நிழல் என்று சொன்னார். എസ്തേറിന്റെ പുസ്തകം സഭയുടെ നിഴലാണ്. ஓ, எஸ்தருடைய புத்தகம் சபையுடைய நிழலாய் இருக்கிறது. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ஹல்லேலூயா. ഇനി എസ്തേറിന്റെ പുസ്തകം എനിക്ക് ഇഷ്ടം എന്നാണെന്നറിയാമോ? எஸ்தருடைய புத்தகத்துல இஷ்டம் என்ன தெரியுமா? എസ്തേർ രാജ്ഞിയായതൊന്നുമല്ല. அவர் ராணியா இருந்ததனால அல்ல. ആമാൻ കഴുമരത്തിൽ കയറിയതുമല്ല. ஆமான் தூக்கு மரத்துல ஏறினதனால. ആമാനാണോ നിനക്ക് കഴുമരം? ஆமான் என்று சொன்னாலே உனக்கு தூக்கு மரந்தாய். അതിന്റെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. அது வித்தியாசமான சொல்ல இல்ல. ഹാമാനാണോ நீ ஆமானா இருந்தால் നീ കഴുമരത്തിലാ. நீ தூக்கு மரத்துல தான். എസ്തേർ ആണോ நீ எஸ்தர் என்று சொன்னால் നീ രാജധാനിയിലാ. நீ அரண்மனையிலே. ഓ, ഇത് ഞാൻ ആരോടോ പ്രവചിക്കുക. யார் இடத்துல தீர்க்கதரிசனம் ഞാൻ சொல்லுங்க. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി പ്രവചിക്കുക. பிள்ளைகளை பார்த்து தீர்க்கதரிசனம் മക്കളെ, ആ சொல்லுங்க. കൊട്ടാരത്തിൽ വസ്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. பிள்ளைகளே, அந்த அரண்மனையில் வஸ்தி என்று சொல்லக்கூடிய பெண்மணி இருந்தாள். അവക്ക് ഗ്ലാമർ ഉണ്ടായിരുന്നു. அவருக்கு நல்ல அழகு இருந்தது. പക്ഷെ അതേ സ്ഥലത്ത് എസ്തേർ എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. அந்த இடத்துல எஸ்தர் என்று சொல்லக்கூடிய பெண்மணி இருந்தாள். അവക്ക് ഗ്ലാമർ ഇല്ലായിരുന്നു. அவளுக்கு அழகு பெருசா இல்ல. പക്ഷെ അവക്ക് ഗ്ലോറി ഉണ്ടായിരുന്നു. அவளுக்கு மகிமை இருந்தது. ഗ്ലാമർ
ഗ്ലാമർ റിജക്റ്റ് ആയപ്പോ ഓ അഴക് തള്ളിവിടപ്പെട്ടപ്പോൾ ഗ്ലോറി സെലക്ട് ആയതുപോലെ ഓ മഹിമ സെലക്ട് ആയതുപോലെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രവചിക്കുക நீங்க എന്തുകൊണ്ട് തീർക്കദർശനം ദൈവമഹത്വമുള്ള ചിലത് സെലക്ട് ആവുകയാ. தேவ மகிமை பெற்றவர் சிலர் செலக்ட் ஆகிறார்கள். കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. കരങ്ങളെ തട്ടി കർത്താവിന്റെ നാമത്തെ മഹിമപ്പെടുത്തலாம். എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഗ്ലാമർ എല്ലാം റിജക്റ്റ് ആകും. எப்பொழுது கவனிக்க வேண்டும், அழகெல்லாம் ரிஜெக்ட் ஆகி தள்ளப்படும், ഗ്ലോറി സെലക്ട് ആകും. மகிமை எப்பொழுதும் அங்கீகரிக்கப்படும். അത് ഈ രാജ്യം കാണും, அது இந்த ராஜ்யம் பார்க்கும். അത്രയെങ്കിലും എനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല. அவ்வளவாது எனக்கு சொல்லாமல் போக முடியாது. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. கரங்களை உயர்த்தி கர்த்தரை துதிக்கலாம். ഇന്ന് എന്ത് മറന്നാലും ഇത് മറക്കരുത്. நீ என்ன காரியம் மறந்தாலும் இந்த காரியத்தை மறக்க கூடாது. എന്ത് മറക്കരുത്? எது மறக்க கூடாது? ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ട ഈ പ്രവചനത്തെ മറക്കരുത്. இந்த இரவு வெளிப்பட்ட தீர்க்க தரிசனத்தை மறக்க கூடாது. നിങ്ങൾ ഈ 2026 കലണ്ടർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് 31-1 തീയതി നിങ്ങളുടെ രാത്രിയിൽ ന്യൂ ഇയർ സർവീസ് കഴിയുന്നതിന് മുൻപ് ഇവിടെ ഞാൻ ഈ ജനുവരി മാസത്തിൽ എന്ത് പ്രസംഗിച്ചോ അത് സഭ കാണും, ദേശം കാണും, അഭിഷക്തന്മാര് കാണും, തലമുറകൾ കാണും. இந்த 2026 ஆண்டு டிசம்பர் மாதம் 31 தேதி முழு இரவு ஜெபத்தில் நீங்க பங்கெடுக்கும் பொழுது நான் இன்றைக்கு பிரசங்கம் பண்ணப்படுற வருஷத்தின் ஆரம்ப நாட்களில் பிரசங்கம் பண்ணப்பட்ட வார்த்தை உங்கள் சபை, உங்கள் பிராந்தியம், உங்கள் குடும்பம் இதை காண வேண்டும். കാരണം ഇത് പ്രസംഗമല്ല, ഇതൊരു പ്രവചനമാണ്. செய்தி அல்ல, இது ஒரு தீர்க்க தரிசனம். കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കരങ്ങളെ തട്ടി ഒന്ന് ദേശത്തെ ജനത്തെ ദേശം വിഴുങ്ങി, ജനങ്ങളെ ദേശം വിഴുങ്ങിനത് ദൈവം പുറത്തെടുത്തു, ஆண்டவர் வெளியே கொண்டு வந்தார். രണ്ട് ആലയത്തെ രാജാവ് വിഴുങ്ങി. இரண்டாவது ஆலயத்தை ராஜா விழுங்கினார். അത് ഞാൻ എങ്ങനെ പറയും, അത് പറയാൻ പറ്റില്ല, അത്രയും മതി. ആലയത്തെ രാജാവ് അങ്ങ് വിഴുങ്ങി. அப்படி எப்படி சொல்லுவேன் கேளுங்கள், ஆலயத்தை ராஜா விழுங்கினார். പക്ഷെ തമ്പുരാൻ പറഞ്ഞു ഞാൻ പുറത്തിറക്കും. ஆண்டவர் சொன்னார் அதை நான் வெளியே கொண்டு வருவேன். ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, பைபிள் அவனமா எழுதி இருக்கிறது. ഞാൻ പുറത്തിറക്കും. நான் வெளியே கொண்டு வருவேன். രണ്ട് കാര്യം ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു. ரெண்டு காரியங்கள் சொன்னேன். മൂന്നാമത് പറയുന്നു, மூன்றாவது சொல்லுகிறேன், അഭിഷക്തനെ മത്സ്യം വിഴുങ്ങി. ஓ அபிஷேகம் பண்ணப்பட்டவன் ஒரு பெரிய மீன் விழுங்கினது. അതിന്റെ മറുപടി, அதனுடைய பதில், അവനെ ഞാൻ പുറത്തിറക്കും. அவனை நான் வெளியே கொண்டு வருவேன். നാലാമത് ഞാൻ പറയുന്നു, நான்காவது சொல்லுகிறேன், ആ ആടുകളെ സിംഹം വിഴുങ്ങി. அந்த ஆடை சிங்கம் விழுங்கினது. അതിന്റെ മറുപടി, അഭിഷേകമുള്ളവൻ അതിനെ പുറത്തിറക്കും. ஓ அதனுடைய பதில், அபிஷேகம் உள்ளவன் அதை வெளியே கொண்டு வருவான். ഒടുവിലത്തെയാണ് ഞാൻ പറഞ്ഞത്. கடைசியாக நான் சொல்லு, എല്ലാവരെയും വിഴുങ്ങിയ മണ്ണ്, எல்லாரையும் விழுங்கிறதான மண்ணு, എല്ലാവരെയും കീഴടക്കിയ മണ്ണ്, எல்லாரையும் கீழடக்கிறதான மண்ணு, ഇവിടെ കൊണ്ട് തീർന്നെന്ന് എല്ലാത്തിനെയും വെല്ലുവിളിച്ച മരണം, ஓ இங்க இருந்து எல்லாம் முடிந்தது என்று சொல்லி சவால் விட்டதான மரணம், അത് വിഴുങ്ങിയതിനെ എന്റെ ദൈവം പുറത്തെടുത്തു. விழுங்கிறதை என் ஆண்டவர் வெளியே கொண்டு வந்தார். കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்துங்கள். ഇന്ന് രാത്രിയിൽ ചിലത് പുറത്തു വരുന്ന രാത്രിയാണ്. இந்த இரவு சிலவற்றை வெளியே கொண்டு வருகிற இரவு. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, 5 காரியங்கள் சொன்னேன். ഒരെണ്ണം പോലും വിശദീകരിക്കാതെ ஒன்று கூட நான் வியாக்கியானம் பண்ணாமல் ഇന്ന് നിങ്ങളുടെ അകത്തൊരു തിരി കത്തിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. இந்த இரவு உங்களுக்குள்ள ஒரு அக்கினியை போட்டுட்டு போக ഒരു போகிறேன். ചെറിയ തിരി ഇതിനകത്ത് കത്തിക്കുക. ஒரு சிறிய திரியை இதற்குள்ள ഇന്ന് கொளுத்துகிறேன். രാത്രിയിൽ നിന്റെ വീടിന്റെ സ്റ്റെപ്പിലോട്ട് നീ കാലെടുത്ത് വെക്കുമ്പോ இந்த இரவு வீட்டுடைய படிக்கட்டிலுடைய காலை எடுத்து നീ வைக்கும் നിന്റെ பொழுது നാവ് തുറന്ന് വിളിച്ചു പറയണം, நீ உடைய வாயை திறந்து சொல்ல வேண்டும், എടാ പന്ന പിശാചേ, பொல்லாத சாத்தானே, നീ വിഴുങ്ങിയതിനെ എല്ലാം ദൈവം പുറത്തിറക്കാൻ நீ പോകുകയാ. விழுங்கினதை எல்லாவற்றையும் தேவன் வெளியே கொண்டு வர കരങ്ങളെ போகிறார். അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. கரங்களை அடித்து கர்த்தரை துதிக்கலாம். ഈ 3 തരത്തിലാണ് വിടുതലുകൾ വരുന്നത്. 3 நிலைமைகளிலே விடுதலை வருகிறது. അതൊന്ന് നമ്മുടെ ഇമോഷൻ അകത്ത് ദൈവം വിടുതൽ കൊണ്ടുവരും. முதலாவது நம்முடைய இமோஷனுக்குள்ள ஒரு விடுதலை வரும். അതിന്റെ മലയാളം എന്തോ? உணர்ச்சி. നമ്മുടെ സങ്കടവും നമ്മുടെ പരിതാപവും ഒക്കെ കാണുമ്പോൾ കർത്താവ് വിടുതൽ അങ്ങ് അയക്കും. பாருங்கள், நம்முடைய பரிதாபங்களை பார்க்கும் பொழுது, வேதனைகளை பார்க்கும் பொழுது, கண்ணீரை பார்க்கும் பொழுது ஆண்டவர் ஒரு விடுதலை அனுப்புவார். രണ്ടാമത്തെ വിടുതലിന്റെ റൂട്ട് നമ്മുടെ ഫെയ്ത്തിനകത്തൂടെ ഇത് വർക്കാവും. இரண்டாவது விடுதலையுடைய ஒரு மூல வேலை என்று சொல்லுகிறது நம்முடைய விசுவாசத்துக்குள்ளே. മൂന്നാമത്തെ വിടുതലിന്റെ റൂട്ട്
നമ്മുടെ അവകാശത്തിന്റെ മേല. மூன்றாவது வார்த்தையுடைய அந்த ரூட் என்று சொல்லுகிறது நம்முடைய நம்பிக்கை அந்த அவகாசத்தின் மீது உள்ள வார்த்தை. ഇന്ന് രാത്രി ഇത് നിങ്ങൾ അകത്ത് കിടക്കണം. இந்த இரவு இது மூன்று உங்க உள்ளே இருக்க അതുകൊണ്ട് வேண்டும். നിങ്ങൾ എല്ലാ വിഷയത്തിനും ഇരുന്ന് കരഞ്ഞാ വിടുതൽ വരുത്തില്ല. ஆகவே எல்லா காரியங்களுக்கும் அழுதால் உங்களுக்கு பதில் வராது. ആ കരയേണ്ടതിന് കരയണം, കൽപ്പിക്കേണ്ടതിനെ കൽപ്പിക്കണം. அழ வேண்டியதற்கு அழ வேண்டும், கட்டளையிட வேண்டியதற்கு கட்டளையிட வேண்டும். അസാധാരണ ട്രാൻസ്ലേഷൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. നമ്മുടെ ഇമോഷന്റെ അകത്ത് ദൈവം ചലിക്കും. நம்முடைய உணர்வுகளுக்குள்ளே ஆண்டவர் அசைவாடுவார். ഒരു കൊച്ചു മഞ്ചത്തിൽ കിടക്കുന്നു. ஒரு பிள்ளை ஒரு பாடையிலே கிடக்கப்பட்டிருக்கிறது. മഞ്ചത്തിന്റെ പുറകിൽ ഒരു അമ്മ നിന്ന് കരയുന്നു. அந்த பாடைக்கு பின்னாடி ஒரு தாயார் நின்று அழுகிறாள். അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, அங்கே இவனமாக எழுதப்பட்டிருக்கிறது, അവക്കേക മകൻ. அவளுக்கு ஒரே ஒரு பிள்ளை. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, அங்கே இவனமாக எழுதப்பட்டிருக்கிறது. യേശു മനസ്സലിഞ്ഞു മഞ്ചത്തെ തൊട്ടു. இயேசு மனம் உருகி பாடையை தொட்டார். ഞാൻ എന്തോ ഇവിടെ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. ஏன் நான் சொல்லுகிறது தெரியவில்லை. ഇന്ന് മനസ്സലിഞ്ഞ് ചിലതിനെ കർത്താവ് തൊടും. ஆண்டவர் மனம் உருகி சிலரை தொடப் போகிறார். എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇതിനെ எத்தனை കർത്താവ് பேர் விசுவாசிக்கிறீர்கள்? ഇന്ന് മനസ്സലിഞ്ഞ് ചിലതിനെ തൊടുന്ന രാത്രിയാ. மனம் உருகி ஆண்டவர் சிலரை தொடுகிற இரவு. മനസ്സലിഞ്ഞു തൊട്ടെന്ന്. மனம் உருகி தொட்டார். ഞാൻ എപ്പോഴും ദൈവത്തിന്റെ ടൈം പ്രസംഗിക്കുന്ന ആളാ. நான் எப்பொழுதும் தேவனுடைய நேரத்தை பற்றி பேசுவேன். ഇന്ന് ഇതല്ല ദൈവം ഇവിടെ പറയാൻ പറഞ്ഞിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ ടൈമേ പ്രസംഗിക്കത്തുള്ളൂ. இன்னைக்கு இது பிரசங்கம் என்ன ஆண்டவர் சொன்னதுனால தான் இது பேசுகிறேன். அல்லாட்டா கட்டாயமாக நேரத்தை பற்றி தான் பேசுவேன். അവിടെ ഇങ്ങനെ പറയുന്നു, அங்கே இவனமாய் சொல்லுகிறது, അവിടെ നയീൻ എന്ന പട്ടണത്തിനകത്തുനിന്ന് ഒരു മരണത്തിന്റെ റാലിയാ വരുന്നത്. பாருங்க, நயீன் என்று சொல்லுகிற ஊர்ல இருந்து ஒரு மரணத்துடைய ஒரு ஊர்வலம் வருகிறது. പട്ടണത്തിനകത്തുനിന്ന് മരണത്തിന്റെ റാലി. பட்டணத்துக்குள்ள இருந்து ஒரு மரணத்துடைய ஒரு ஊர்வலம் പട്ടണത്തിന് പുറത്തേക്ക് വരികയാ. பட்டணத்தை வெளியே வருகிறது. അന്നേരം നോക്കാം, പട്ടണത്തിന് പുറത്തുനിന്ന് മറ്റൊരു റാലി പട്ടണത്തിനകത്തോട്ട് കയറും. பட்டணத்துக்கு வெளியே இருந்து இன்னொரு ஊர்வலம் பட்டணத்துக்குள்ள வருகிறது. ഓ, ഇന്ന് ഇവിടെ കൂട്ടിമുട്ടട്ടെ. இன்னைக்கு அது சேர்ந்து முட்டட்டும். എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ எனக்கு நல்லா பிடிக்கும். എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. நல்லா பிடிக்கும். കാരണം പട്ടണത്തിനകത്തുനിന്ന് ഒരു കൂട്ടം പട്ടണത്തിന് പുറത്തോട്ട്. பாருங்கள், பட்டணத்துக்கு உள்ள இருந்து பட்டணத்துக்கு வெளியே ஒரு கூட்டம். അത് മരണത്തിന്റെ റാലി. அது மரணத்துடைய ஊர்வலம். അത് കണ്ണീരിന്റെ റാലി. அது கண்ணீருடைய ஊர்வலம். അത് പ്രതീക്ഷയെ തീർന്ന റാലി. அது எதிர்பார்ப்பை முடிந்ததான ஒரு ஊர்வலம். അത് ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത அது റാലി. யாராலும் ஒன்றும் செய்ய முடியாத ஒரு ஊர்வலம். പക്ഷെ പട്ടണത്തിന് പുറത്തുനിന്ന് പട്ടണത്തിനകത്തോട്ടൊരു റാലി കയറുന്നുണ്ട്. ஆனா பட்டணத்துக்கு வெளியே இருந்து பட்டணத்துக்கு உள்ளே ஒரு ஊர்வலம் வருகிறது. അത് മരണത്തിന്റെ റാലി അല്ല, அது ஒரு மரணத்துடைய ஊர்வலம் அல்ல, അത് ജീവന്റെ റാലിയാ. அது ஜீவனை கொடுக்கிற ஒரு ஊர்வலம். വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനൊക്കെ തിരിപ്പുണ്ട്? எத்தனை விசுவாசிக்கிறீர்கள்? ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പറയുകയാ. நீங்க நின்று கொண்டு ஒரு வார்த்தை சொல்லுகிறேன். മരണത്തിന്റെ റാലിയെ ജീവന്റെ റാലി കൂട്ടിമുട്ടുകയാ. மரணத்துல ஊர்வலத்தை ஜீவன்ல ஊர்வலம் அப்படி தம்மில் கூட்டி முட்டுகிறது. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു, நீங்க நின்று தீர்க்க தரிசனமாய் சொல்லுகிறேன். നിന്റെ ലൈഫിൽ പിശാചു വെച്ച ചിലതിനെ ഇന്ന് ജീവൻ കയറി പിടിക്കാൻ പോകുകയാ. வாழ்க்கையிலே சாத்தான் வைக்கப்பட்டதான சிலவற்றை பல்லகத்தில் அக்கினி அந்த ஜீவன் உங்களை பிடிக்க போகிறது. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. கரங்களை உயர்த்தி கர்த்தரை துதிக்கலாம். ജീവന്റെ റാലിയും മരണത്തിന്റെ റാലിയുടെ കൂട്ടിമുട്ടി. ஓ ஜீவனுடைய ஊர்வலமும் மரணத்துடைய ஊர்வலமாக தம்மில் இன்னைக்கு கூட்டி முட்டட்டுமே. മരണത്തെ ജയിച്ചു ജീവൻ അവിടെ എഴുന്നേറ്റ് നിന്നു. மரணத்தை வெற்றி பெற்று ஜீவன் எழுப்பி நின்றது. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, அங்கே நீங்கள் கவனித்தால், അവൾ പ്രാർത്ഥിച്ചിട്ടില്ല, அவள் ஜெபிக்கவில்லை, അവൾ അപേക്ഷിച്ചിട്ടില്ല, அவள் வேண்டிக் கொள்ளவில்லை, അവൾക്ക് യേശുവായിട്ട് ബന്ധമില്ല, அவள் இயேசுவாக எந்த ஐக்கியமில்லை, അവൾ 21 ഇരുന്നില്ല, அவள் 21 நாளுக்கு உபவாசம் போடவில்லை, ഒന്നും ചെയ്തയായിട്ട് വചനം പറയുന്നില്ല. ஒன்னு கேட்ட வசனம் சொல்லவில்லை. പക്ഷേ അവളുടെ കണ്ണീര് കണ്ടപ്പം കർത്താവ് തൊട്ടു. ஆனால் அவளுடைய കണ്ണുനീரை பார்த்தவுடனே இயேசு தொட்டார். അതാണ് ഇമോഷന്റെ പുറത്ത് ചലിക്കുന്ന വിടുതൽ. அதுதான் உணர்வுகள் மேல கிரியை செய்கிறதான இயேசுடைய அற்புதம். അതാണ് നിങ്ങൾ പല കൺവെൻഷനിലും കാണുന്നത്. ഒരു മീറ്റിംഗിനും വരാത്തവർ പുറകിൽ വന്ന് വിടുതൽ മേടിച്ചോണ്ട് പോകും. ஆகவே சில கன்வென்ஷன் கூட்டத்திலே ஒரு கூட்டங்களுக்கு வராதவங்க பின்னாடி நிற்பார்கள், ஆனா விடுதலை பெற்று போவார்கள். നിങ്ങളുടെ കൂടെ കൈയടിച്ച് തുടങ്ങിയ പലരും വിടുതലും കൊണ്ടുപോയി. உங்களோடு கூட കരங்களை തട്ടി ആരാധിத்த പലരും വിടുதலையோடு போனார்கள். അത് ഇമോഷന്റെ പുറത്ത് ചലിച്ച വിടുതല. ഉണർവുകൾ மீது கிரியை செய்ததான അത്ഭുതം. എന്നാൽ നിങ്ങൾ ഞാൻ 3 സ്ത്രീകളെ കൊണ്ടുവരാൻ പോയപ്പോ நான் 3 സഹോദരികളെ കൊണ്ടുവരാൻ പോകുகிறேன். ഇത് ഇമോഷന്റെ പുറത്ത് തലമുറയുടെ വിടുതൽ. இது உணர்வுகள் மீது தலைமுறைகளுக்கு ஒரு விடுதலை. എന്നാൽ മർക്കോസിന്റെ വേറൊരു സുവിശേഷത്തിനകത്ത് இன்னொரு சுவிசேஷத்தில் வாசிக்கும் பொழுது അവിടെ ഇങ്ങനെ പറയുന്നു, அங்கே விடமாய் வாசிக்கிறோம், ഭൂത ഉപദ്രവ
ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ വന്ന് നിൽക്കുകയാണ്. பிசாசினால் அலக்களிக்கப்படுகிற ஒரு பிள்ளையுமாக ஒரு தாயார் வந்திருக்கிறார். അവള് വന്ന് പറയുകയാ, அவள் வந்து சொல்லுகிறார், എന്റെ മകൾക്ക് ഭൂതത്തിന്റെ ഉപദ്രവം. ஓ என்னுடைய மகள் பிசாசினால் அலக்களிக்கப்பட்டு கொண்டே இருக்கிறார். സത്യത്തിൽ ഞാൻ ഇവിടം കൊണ്ടാണ് ഈ ദൂതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. இந்த இடத்துல தான் இந்த செய்திக்கு முன்பாக நான் நுழைகிறேன். ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി ശബ്ദപരിധിയുടെ അകത്ത് വീടുകളിലും തെരുക്കോണുകളിലും വഴികളിലും വിമർശിക്കാനും കേൾക്കാനും ആഗ്രഹത്തോടെ ഈ ശബ്ദപരിധിയുടെ ഈ ശ്രവണ മതത്തിനകത്തിരിക്കുന്ന സകലതിനെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, இந்த ஒலிபெருக்கின் மூலமாய் வீடுகளிலும் தெருக்களிலும் இந்த ஒலிபெருக்கின் மூலம் கேட்டுக்கொண்டிருக்கிற உங்கள் அத்தனை பேரை பார்த்து சொல்லுகிறேன், മക്കളെ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ലെന്ന്. ஓ பிள்ளைகளை எல்லா பிரச்சனைகளும் பிரச்சனைகள் அல்ல, എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല, எல்லா வியாதிகளும் வியாதிகள் அல்ல, എല്ലാ കടഭാരവും കടഭാരമല്ല, எல்லா கடல் பிரச்சனை அல்ல. ചിലതിന്റെ എല്ലാം പുറകിൽ പിശാച് അറുക്കാനും മുടിക്കാനും കയറിയതാണ്. ஒரு சிலருடைய பிரச்சனைகளுக்கு பின்னாடி சத்துருவாகிய சாத்தான் அழிக்கும்படி உங்களை உழைக்கும்படியாக வந்திருக்கிறார். പക്ഷെ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നിന്റെ വീട്ടിനകത്ത് യേശു കയറും. இன்று இரவு நீங்கள் விசுவாசித்தால் உங்க வீட்டுக்குள்ள இயேசு கிறிஸ்து வருவார். വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? எத்தனை பேர் விசுவாசிப்பீர்கள்? ആമേൻ. ஆமென். ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. நான் இன்றும் விசுவாசிக்கிறேன். എന്റെ ചർച്ചിൽ 20-ലധികം ഡോക്ടർമാരുള്ള സഭയുടെ പാസ്റ്ററാണ് ഞാൻ. ஓ என்னுடைய சபையிலே 20க்கு மேற்பட்ட மருத்துவர்கள் உள்ளதான சபையுடைய போதகர் தான் நான். ഞാൻ പക്ഷെ ഇപ്പോഴും വിശ്വസിക്കുന്നു, நான் இப்பொழுது விசுவாசிக்கிறேன். എല്ലാ രോഗവും രോഗമല്ല. எல்லா வியாதிகளும் வியாதிகள் அல்ல. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് எத்தனை பேர் ഇതിനകത്ത്? நம்புகிறீங்க? ഇത് മനസ്സിലാക്കിയ വിടുതല നടക്കും. இது புரிந்து கொண்டால் விடுதலை. രോഗമാണോ? வியாதியா? നീ ചികിത്സിക്കണം. நீ அதுக்கு சிகிச்சை எடுக்க ഇവിടെ வேண்டும். 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ പല വൈദ്യന്മാരുടെ പുറകിൽ നടന്ന് വീട് പോയി, കുടുംബം പോയി, തലമുറ പോയി, ജീവിതം പോയി, എല്ലാം പോയി. അവസാനം അവൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ തിരുവചനം പറയുന്നത് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. இங்கே 12 ஆண்டுகளாக ஒரு சகோதரி பெரும்பாடு பிடித்தவளாய் அவள் அங்கும் இங்கும் வைத்தியசாலைகளிலும் பல இடங்களில் வீட விட்டு சொத்தை நஷ்டப்பட்டு எல்லாம் இழந்தவளாய் தன்னை தரித்தவளாய் இருக்கும் பொழுது பரிசுத்த பைபிள் வாசிக்கிறோம், அவள் ஒரு நாள் இயேசு கிறிஸ்து வஸ்திரத்தின் ஓரத்தை தொட்டாள். അടുത്ത മിനിറ്റിൽ നസ്രയന്റെ അധരങ്ങളിൽ നടന്നു വീണ ഒരു പദമുണ്ട്, സ്ത്രീയെ സമാധാനത്തോടെ പോക, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാക. அந்த க்ஷணமே அவளுடைய சரீரத்தின் வல்லமை அவளை தொட்டது. அவர் அவளை பார்த்து சொன்னார், சகோதரியே, மகளே, திடன்கொள், நீ சமாதானத்தோடு வீட்டுக்கு போ. അർത്ഥം രോഗം മാറി സൗഖ്യമായെന്നല്ല, ബാധ ഒഴിഞ്ഞു സ്വസ്ഥയാക. அவருடைய அர்த்தம் வியாதி நீங்கி சுகமாகவில்லை, அவளுடைய வாதை பிசாசு மாறி சுகமானாள். സത്യമായിട്ട് രോഗമാണെങ്കിൽ ഡോക്ടർ ചികിത്സിച്ചാൽ മാറും. உண்மையாகவே வியாதி என்று சொன்னால் அந்த மருத்துவ ட்ரீட்மெண்ட் கொடுத்தால் சுகமாகும். ഡോക്ടർ ചികിത്സിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ കുഞ്ഞെ അത് രോഗമല്ലടാ, അത് പിശാചിന്റെ സെറ്റിംഗ്. ஓ மருத்துவ ட்ரீட்மெண்ட் கொடுத்துட்டு மாறவில்லை என்று சொன்னால் பிள்ளைகளே, அது சாத்தானுடைய ஒரு தந்திரம் என்பதை மறந்து போக கூடாது. ചിലതിനെ അമ്മയുടെ ഗർഭം മുതൽ മുടന്താക്കിയതാ. சிலரை தாயின் கற்பத்தில் இருந்து அது ஊனமுள்ளதாய் மாறினது. ചിലതിനെ 38 വർഷമായിട്ട് മുടന്താക്കിയതാ. சிலரை 38 வருடங்களாக முடவனாய் காணப்பட்டது. ചിലതിനെ പെട്ടെന്ന് അറ്റാക്ക് എന്ന വ്യാജേനം കൊന്നുകളയുന്നത്. சிலரை திடீரென்று வருகிற அட்டாக் என்கிற வியாதியினால் கொண்டு போட வேண்டும். ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ இன்று இரவு இயேசு கிறிஸ்து நாமத்தினாலே ചില മരണത്തിന്റെ ശക്തികൾ ഇവിടെ അഴിയട്ടെ. சில மரணத்தின் வல்லமைகள் அழியட்டும். വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ അടിച്ച് விசுவாசிக்கிற பிள்ளை காரங்களை தட்டி എല്ലാ രോഗങ്ങളും ഒന്നും രോഗങ്ങളല്ല. எல்லா வியாதிகளும் வியாதிகள் அல்ல. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. அது நம்முடைய தவறான சிந்தை. രോഗമാണ് ഡോക്ടർ ചികിത്സിച്ചാൽ മാറും. வியாதி என்று சொன்னால் மருத்துவ ட்ரீட்மெண்ட் தந்தால் அது மாறும். എന്റെ ചർച്ചിൽ ആർക്കെങ്കിലും രോഗമാണെങ്കിൽ ഞാൻ പറയും, അത് ഡോക്ടർ ചികിത്സിച്ചിട്ട് മാറാനാണെങ്കിൽ അത് രോഗമാണ്, അല്ല പ്രാർത്ഥിച്ചിട്ട് മാറാനാണെങ്കിൽ അത് ബാധയാണ്. உங்க வியாதி என்று சொன்னால் மருத்துவர் உங்களுக்கு ட்ரீட்மெண்ட் தரும்போது சுகமாகும். இல்ல வாதை என்று சொன்னால் அவர் ட்ரீட்மெண்ட் செய்தால் மாறாது. 5 മിനിറ്റ് കൂടെ എന്റെ മുമ്പിലുള്ളല്ലോ, 5 നിമിഷം தான் எனக்கு முன்னே இருக்கிறது. ഞാൻ എങ്ങും എത്തിയില്ല. நான் எங்க வரவில்லை. പക്ഷെ നിങ്ങളുടെ അകത്ത് ചിലത് വീണിട്ടുണ്ട് ഈ രാത്രി. ஆனால் இந்த இரவு உங்களுக்குள்ள சில காரியங்கள் വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ காரியங்களை தட்டி கர்த்தருடைய நாமத்தை மகிமைப்படுத்தலாம். ഒറ്റവാക്കി കഴിഞ്ഞ ദിവസം ചർച്ചിനകത്ത് വന്ന ഒരു കാര്യം പറയും. ஒரே ஒரு வார்த்தை, போன நாட்கள் சபையிலே நடந்த ஒரு காரியத்தை சொல்லுகிறேன். നല്ലതുപോലെ പാടുന്ന ഒരു ആന്റി, நல்ல முறை பாடக்கூடிய ஒரு தாயார், പല ട്രൂപ്പുകളിലും പാടുന്ന ഒരു ആന്റി, பல குரூப்ல பாடக்கூடிய தாய், പെട്ടെന്ന്
പെട്ടെന്ന് നെഞ്ചിനൊരു വേദന വന്നു. திடீரென்று சொல்லி ஒரு நெஞ்சு வலி வந்தது. പെട്ടെന്ന് പോയി ചെക്ക് ചെയ്തു. திடீரென்று அதை டெஸ்ட் பண்ணினார்கள். പെട്ടെന്ന് ഡോക്ടർക്ക് ഒരു ഡൗട്ട്, ബയോപ്സി എടുക്കാൻ പറഞ്ഞു. அந்த மருத்துவருக்கு ஒரு சந்தேகம், பயோப்சி எடுக்கும்படி சொன்னார்கள். ബയോപ്സിയുടെ റിസൾട്ട് പെട്ടെന്ന് വന്നു. பயோப்சி ரிசல்ட் திடீரென்று வந்தது. എല്ലാം 3 മാസം കൊണ്ട് നടന്ന കാര്യമോ? எல்லாம் 3 மாதத்துல நடந்த காரியங்கள். ഡോക്ടറുടെ വായിന്ന് ഒരു വാക്ക് വന്നു. மருத்துவ வாயிலிருந்து ஒரு வார்த்தை, ക്യാൻസർ 4th സ്റ്റേജ്. கேன்சர் 4வது நிலைமையில் இருக்கிறது. അടുത്ത പദം, அடுத்த வார்த்தை, നിന്റെ ശരീരത്തിന് മുഴ കയറാൻ ഒരു സ്ഥലമില്ല. உன்னுடைய சரீரத்துல இனி முளை உண்டாவதற்கு ஒரு இடம் கூட இல்ல. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. எனக்கு அது புரியவே இல்லை. രോഗമാണ് നേരത്തെ ഒന്ന് അറിയണ്ടേ. ஓ வியாதி என்று சொல்ல நேரமே புரியுமல்ல. ഇത്രയും മുഴ ശരീരത്തിൽ ഇരുന്നിട്ട് അതൊന്ന് കാണണ്ടേ. இவ்வளவு பெரிய சரீரத்தில் இருந்தது அவன் காண வேண்டாமா? ഞാൻ സഭയോട് പറഞ്ഞു, நான் சபையை பார்த்து சொன்னேன், ഇത് സഭയ്ക്ക് ഒരു ചലഞ്ചാണ്. இது சபைக்கு ஒரு சேலஞ்ச். ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി വിളിച്ചു പറയുകയാണ്, சிலரை பார்த்து சொல்லுகிறேன், നിന്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ നിനക്കൊരു ചലഞ്ചാണ്. வீட்டுக்குள்ள இருக்கிற சில பிரச்சனை உனக்கு ஒரு சவால். നമ്മുടെ സഭയിലെ ചില പ്രശ്നങ്ങൾ നമുക്കൊരു ചലഞ്ചാണ്. சபையில சில பிரச்சனை நமக்கு ஒரு சவாலா இருக்கிறது. ഒരു വാക്ക് പറയാതെ ഇവിടെ ഞാൻ എങ്ങനെ പോകും? ஒரு வார்த்தை சொல்லாமல் எப்படி போவேன்? അല്ലെങ്കിൽ ഞാൻ എവിടെ പ്രസംഗിച്ചാൽ അവസാനം ഒരു ആത്മയുദ്ധത്തിൽ കയറും. അതാ ഏറ്റവും വലിയ വിഷയം. எங்க பிரசங்கன ஒரு ஆவிக்குரிய யுத்தத்திலே போவேன், அதான் பிரச்சனை. ഈ യുദ്ധം വരുമ്പോഴേ, இந்த யுத்தம் வரும்பொழுது ഈ ഫെലിസ്ത്യൻ ഒരു പരിപാടി കാണിക്കും. இந்த பெலிஸ்தர் ஒரு காரியத்தை செய்வான். അവൻ യോദ്ധാക്കളെ പിടിച്ചോണ്ട് പോകത്തില്ല. அவன் யுத்த வீரர்களை பிடித்து கொண்டு போக மாட்டான். രാജാവിനെ പിടിച്ചോണ്ട് പോകത്തില്ല. ராஜாவை கொண்டு போக மாட்டான். അവൻ വന്നിട്ട് കൊല്ലന്മാരെ മൊത്തവും കൊണ്ടു. அவன் வந்துட்டு கொல்லர்கள் மட்டும் கொண்டு போவான். ഞങ്ങള് വായിച്ചിട്ടുണ്ടോ? வாசித்திருப்பீர்களா? ഗ്ലോറി. അതൊക്കെ വായിക്കണം. அதெல்லாம் வாசிக்க வேண்டும். യുദ്ധം വരുമ്പോൾ ഫെലിസ്ത്യൻ വന്ന് രാജാവിനെ കൊണ്ടുപോയെന്നല്ല. யுத்தம் வரும்பொழுது பெலிஸ்தர்கள் வந்து ராஜாவை சிறைபிடித்து கொண்டு போனார்கள் என்றல்ல. யுத்தം ചെയ്യുന്ന യോദ്ധാക്കളെ കൊണ്ടുപോയെന്നല്ല. யுத்தம் செய்யும்படி வந்திருக்கிற யுத்த வீரர்களை கொண்டு போகும்படி அல்ல. അവൻ വന്നിട്ട് ദേശത്തുള്ള മുഴുവൻ കൊല്ലന്മാരെയും പിടിച്ചോണ്ട് പോകും. அவன் வந்து தேசத்தில் காணப்படுகிற கொல்ல அல்லது தச்சர்களை பிடித்து கொண்டு போவான். ഞാനിത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. நான் வாசித்ததை கொண்டு புரியவில்லை. ഞാനോ ഒരു രാജാവെങ്കിൽ മറ്റൊരു ദേശത്ത് വരുമ്പോൾ അവിടുത്തെ യോദ്ധാക്കളെയും രാജാവിനെ മൊത്തം പിടിച്ചോണ്ട് പോകും. நான் ஒரு ராஜாவாக இருந்தால் இன்னொரு தேசத்தில் யுத்தத்துக்காய் போகும்பொழுது அங்கே இருக்கிற ராஜாக்களையும் யுத்த வீரர்களையும் சிறைபிடித்து கொண்டு போவோம். പക്ഷേ ഫെലിസ്ത്യന്റെ പ്രത്യേകത, അവൻ രാജാവിനെയും പിടിക്കത്തില്ല യോദ്ധാക്കളെയും പിടിക്കത്തില്ല, കൊല്ലനെ ആദ്യം അങ്ങ് കൊണ്ടുപോകും. ஆனால் பெலிஸ்தர்கள் வரும்பொழுது அவர்களுடைய விசேஷம் என்று சொன்னால் ராஜாவும் வேண்டாம் யுத்த வீரர்களும் வேண்டாம், தச்சர்களை கொல்லர்களை பிடித்து கொண்டு போவான். ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. நான் இதை வாசித்தപ്പോൾ ஒரு காரியம் புரிந்தது. ഈ കൂട്ടത്തിലെ കൊല്ലനെ പിടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? இந்த கூட்டத்துக்குள்ள இருக்கிற தச்சர்களை பிடிப்பது எதற்கு தெரியுமா? കൊല്ലൻ ഉണ്ടെങ്കിലേ രാജാവിന് വാളുള്ളൂ. ஓ கொல்லன் இருந்தால்தான் ராஜாவுக்கு வாள் கொண்டு வர முடியும். കൊല്ലൻ ഉണ്ടെങ്കിലേ യോദ്ധാവിന് വാളുള്ളൂ. கொல்லன் இருந்தால் மட்டும்தான் யுத்த வீரர்களுக்கு வாள் உண்டு. കൊല്ലൻ ഇല്ലെങ്കിൽ വാളില്ല. கொல்லன் இல்லை என்று சொல்ல வாள் இல்லை. കൊല്ലൻ ഇല്ലെങ്കിൽ ആയുധമില്ല. கொல்லன் இல்லை என்று சொல்ல ஆயுதம் இல்லை. ഒന്നുകൂടെ പറഞ്ഞ, കൊല്ലൻ ഇല്ലെങ്കിൽ മൂർച്ചയില്ല. கொல்லன் இந்த கூர்மையான ஆயுதம் இல்லை. ആരാന്നറിയാമോ? കൊല്ലന്മാര്. யார் தெரியுமா? அந்த தச்சன். അവർക്ക് പേരില്ല, പേരിல்லை. അവർക്ക് പ്രശസ്തിയില്ല, പുകളില്ലേ, അവർക്ക് റവയില്ല, ഒന്നുമില്ല. അവരൊന്നില്ലേ, ഒന്നുമില്ലേ. അവരുടെ പ്രത്യേകത, അവരുടെ മഹിമൈ, അവർ പ്രാർത്ഥിക്കുന്നവരാണ് കൊല്ലന്മാർ. മനസ്സിലാക്കുന്നെങ്കിൽ ആമേൻ പറയണം. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവന്റെ പേരാണ് കൊല്ലൻ. ജപിക്കുന്നവരുടെ പേരാണ് തച്ചൻ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത എന്നാ? ജപിക്കുന്നവരുടെ മേന്മ എന്നാ? അവൻ യോദ്ധാവിന്റെ വാളിന്റെ മൂർച്ച കൂട്ടുന്നവനാ. അവൻ യുദ്ധ വീരരുടെ വാളുடைய കൂർമ അധികരിപ്പാൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ വീട്ടിൽ നിന്ന് പിശാച് തട്ടും. ആകവേ ജപിക്കുന്നവനെ വീട്ടിൽ നിന്ന് സാത്താൻ തട്ടും. മനസ്സിലാകുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ആരാധിക്കുന്നവനെ ആദ്യം പിടിക്കും. ആരാധിക്കുന്നവൻ മുതലാவது പിശാച് തൊടും. ഇവൻ ഇരുന്നാൽ മൂർച്ച കൂടും. ഇവൻ ഇരുന്നാൽ കൂർമ അധികരിക്കപ്പെടും. കാരണം ഇവൻ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നത്. ഇവൻ ആയുധത്തിക്ക് കൂർമ കൂട്ടുവാൻ. പിശാചിന് ഒരു കാര്യം മനസ്സിലായി. പിശാച് ഒരു കാര്യം പുരിയുന്നത്, ഈ മൂർച്ച കൂട്ടുന്നവനെ പിടിച്ചാൽ ഇവന്റെ ആയുധവും ഇല്ല, മൂർച്ചയില്ല. இந்த ആയുധത്തെ കൂർമപ്പെടുത്തുന്നവനെ പിടിച്ചാൽ ഇവനുക്ക് ആയുധവും ഇല്ല, കൂർമയും ഇല്ല. അതുകൊണ്ട് അതിന് സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവരില്ലാത്ത. ആകവേ தான் സഭைகளுக்குள்ளே ജപിക്കുന്നവர்கள் இல்லை. അതുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവർ കുറവാണ്. ஆனால் பிரசங்கம் பண்ணுகிறவர்கள் உண்டு, ஜெபிக்கிறவர்கள் குறைவு. പാടുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവർ കുറവാണ്. പാടുகிறவர்கள் ഉണ്ട്, ജപിக்கிறവர்கள் കുறைവ്. പക്ഷേ ഇന്ന് രാത്രിയിൽ ആത്മാവ് ഇടപെടുന്നു. ഇന്ന് இரவு ആവിയാനവർ சொல்லுகிறார், ഒരു റിവൈവൽ കൊതിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ഒരു എഴുപ്പുതലക്കാக വിരുമ്പുகிறവர்கள் ഉണ്ട് എന്ന് சொன்னார். വീണ്ടും ഒരു സന്ദർശനം നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ, മറുപടി ഒരു ചെയ്തിക്കാக നിങ്ങൾ വാഞ്ചിപ്പീர்கள். കൊല്ലന്മാർ എഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തച്ചന്മാർ എഴുമ്പടി ജപിയുங்கள். വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി, വിശ്വസിക്കുന്നവരുടെ കൈകളെ ഉയർത്തി. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് മൂർച്ച കൂട്ടുന്നത്. എപ്പോഴും ജപിക്കുന്നവർ தான் കൂർമയാക്കുവാர்கள். എൻ്റെ അമ്മയ്ക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. என்னோட அம்மாவுக்கு ஜெபிக்க பிரசங்கம் பண்ண தெரியாது.
പക്ഷെ എൻ്റെ അമ്മയ്ക്ക് മൂർച്ച കൂട്ടാൻ അറിയാം. என் அம்மாவுக்கு கூர்மைப்படுத்த ஜெபம் നമ്മുടെ ചർച്ചയിൽ സഭയ്ക്കകത്തിരിക്കുന്ന പലർക്കും പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. எங்க சபைக்குள்ள இருக்கிற அநேகருக்கு பிரசங்கம் பண்ண தெரியாது. പക്ഷെ ചിലർക്ക് മൂർച്ച കൂട്ടാൻ അറിയാം. ஆனா சிலருக்கு அதை கூர்மையாக்கும்படி தெரியும். എന്തോ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുന്നു. ஏதோ தேவ பரிசுத்த ஆவியானவர் இந்த ராத்திரியில் பேசுகிறார். മൂർച്ച കൂട്ടുന്നവർ എഴുന്നേറ്റാൽ ഒരു ചെയർ പോലും മിസ്സായി കിടക്കത്തില്ല. கூர்மை உண்டாக்குறவர் எழும்புற ஒரு ചെയർ கூட മിസ് ആകാது. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? எத்தனை பேர் அதை விசுவாசிக்கிறீர்கள்? എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല. எல்லா வியாதிகளும் வியாதிகளல்ல. എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല. எல்லா வியாதிகளும் வியாதிகளல்ல. ഇന്ന് രാത്രിയിൽ ആത്മാവ് ഒരു വാക്കിടപെടുകയാണ്. இந்த இரவு பரிசுத்த ആവിയാനவர் ஒரு வார்த்தை சொல்லுகிறார். വിഴുങ്ങി അതിനെ എന്റെ ദൈവം പുറത്തിറക്കാൻ പോകുകയാണ്. விழுங்கினதை என் ஆண்டு வெளியே கொண்டு